എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് മിനിഷ എന്നാണ്. കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയാണ്. 5 വർഷമായി ഒരു മഹത്തായ ബിസിനസ്സിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചിട്ട്. ബിസിനസിനെ കുറിച്ചൊന്നും അറിഞ്ഞൊന്നും വന്ന ആളൊന്നും അല്ല. വെറുതെ ഒരു ചെറിയൊരു ലാഭം കിട്ടും. അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ബിസിനസ് ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രൊഡക്റ്റിന്റെ ഗുണം കൊണ്ടും പിന്നെ നമ്മളെ ദൈവം കൈവിടില്ല എന്നുള്ള ഒരു ശക്തി കൊണ്ടും ഈ ഒരു ബിസിനസ്സിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ തന്നെ എന്താ പറയാ ഈ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ചൊന്നും വന്നതല്ല. കാരണം ഞാനൊരു ഹൗസ് വൈഫാണ്. ഹസ്ബൻഡ് ഓട്ടോ ഡ്രൈവറാണ്. അത് ഇങ്ങനെ ലേഡീസ് ഒന്നും പണിക്ക് പോയി ജീവിക്കുന്നതിനോടൊരു താല്പര്യം ഇല്ലാത്ത വ്യക്തി ആയതുകൊണ്ട് തന്നെ ജോലിനെ കുറിച്ചിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. ആളിട്ട് പറഞ്ഞയക്കുന്നുമില്ല. ആൾക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരാളെ കീഴിൽ പോയി നിന്ന് ജോലി ചെയ്യുന്നതിനോടൊന്നും ആൾക്ക് താല്പര്യമില്ല. വലിയ സംഭവമായിട്ടൊന്നല്ല, നമുക്കുള്ളത് കൊണ്ട് മതി. കാരണം ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യം പ്രശ്നമാവും, കുട്ടികളെ കാര്യങ്ങൾ പ്രശ്നമാവും. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതുമല്ല എനിക്ക് കുറച്ച് അടുപ്പിച്ച ദിവസം ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും വയ്യായൊക്കെ വരുന്ന ആളാണ്. പനിയായിട്ട് എന്തെങ്കിലും അസുഖങ്ങളായിട്ട് തുടർച്ചയായിട്ട് വരുന്ന ആളൊക്കെ ആയതുകൊണ്ട് തന്നെ ആവാം ആള് ഒട്ടും താല്പര്യപ്പെട്ടില്ല ഒരു ജോലിക്ക് പോവാൻ. അതുകൊണ്ട് തന്നെ ജോലിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ഉള്ളത് കൊണ്ട് ജീവിക്കുക, ഒരു സാധാ ഫാമിലി ഇന്ന് കഴിഞ്ഞ ആ രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊക്കെ വരുന്ന ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടല്ലേ, എല്ലാവർക്കും വരുന്ന ഒരു ഇതാണ്. വീട് വെച്ചിട്ടാണെങ്കിൽ അതിലേക്ക് വീടുമ്മല് നന്നായിട്ട് കടം കയറാം. ആൾക്ക് ഹസ്ബൻഡിന് ജോലിക്ക് പോകാൻ കഴിയാണ്ടായി. ഒരു 2 മാസത്തോളം ഉരവേദനയായിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത സമയത്ത് ബാങ്ക് ലോണൊക്കെ തെറ്റി. അപ്പൊ അങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വരുമാനത്തിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് പോലും. ആ സമയത്താണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് കുടുംബശ്രീക്ക് കൊടുക്കാനുള്ള ഒരു പൈസ, അല്ലെങ്കിൽ നമ്മളെ ചെറിയ ചെറിയ കാര്യത്തിനുള്ള ഒരു 100 രൂപ ഒരു ദിവസം നമുക്ക് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ പറയണമെന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ആള് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു ആയുർവേദ മരുന്നിൻ്റെതാണ്, അതുകൊണ്ട് അത് ചെയ്താലൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ച പാട് ആള് അതിലെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. ആളെ ഹസ്ബൻഡിന് വെരിക്കോസ് വെയിൻ ഉണ്ടായിട്ട് അതിൽ ഐഡി അടിച്ച് വാങ്ങിയ വിലക്കുറവിൽ കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ ഐഡി അടിച്ചതാണ്. അപ്പൊ അവരിങ്ങനെ കുറെ ആയി പറയുന്നു, ആരെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറയുന്നു. അപ്പൊ അങ്ങനെയാണ് നീ നിന്നോ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ജോലിക്ക് പോലും വിടാത്ത ഭർത്താവ്, പ്രത്യേകിച്ചും ഈ മരുന്ന്, കാരണം ഞാൻ നഴ്സിംഗ് അസിസ്റ്റൻസ് പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അറിയാം എന്ത് മരുന്ന് വിൽക്കാൻ പാടില്ല. മരുന്ന് വിൽക്കുന്ന ആളുകൾ മരുന്ന് കൊടുക്കുന്ന ആളുകൾ ഡോക്ടേഴ്സ് മാത്രം. നമ്മളെ പോലെ സാധാരണക്കാർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മരുന്നൊന്നും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പേടിച്ചോണ്ട് ഞാൻ പറഞ്ഞു, ഞാന് ഈ മരുന്ന് കച്ചവടം അങ്ങനത്തെ ഇതിനൊന്നും ഞാനില്ല. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ ഇതിന്റെ ലീഡറെ അടുത്ത് പറഞ്ഞു പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല, ലീഡറെയും കൊണ്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഹസ്ബൻഡ് സമ്മതിക്കില്ലെന്ന്. അപ്പൊ ആളും ഹസ്ബൻഡും നല്ല പരിചയക്കാരായതുകൊണ്ട് ആൾ തന്നെ പറഞ്ഞു, ആ സാറിലെ ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ സംസാരിക്കുക, അതുകൊണ്ട് എന്തായാലും ഞാൻ ആളോട് പറഞ്ഞു പോയില്ലേ, നീ കുറച്ച് സമയം ഒന്ന് ഇരുന്ന് തരണം, ഒരു 5000 രൂപേന്റെ പ്രൊഡക്റ്റും വാങ്ങണം, പിന്നെ നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ തിരിച്ച് കൊടുക്കാം, നമുക്ക് ആ പ്രൊഡക്റ്റ് അവർക്ക് തിരിച്ചു കൊടുത്ത് അവർ കൊണ്ടുപോയിക്കോളൂ, നീ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കൂ. അങ്ങനെ ഇവരെന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഷീജ മാഡം ആണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. ആളോടുള്ള ഒരു അതുകൊണ്ട് ഇപ്പൊ ആളെ കുറവിലാക്കാൻ പറ്റൂലല്ലോ എന്നുള്ളതിൽ ഞാൻ ഒരു 5000 രൂപ കൊടുത്ത് കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു. ഹസ്ബൻഡ് വന്നപ്പോ പറഞ്ഞു, ഷീജേച്ചിന്റെ പ്രൊഡക്റ്റ് ആണ്, ഷീജേച്ചി എനിക്ക് വിൽക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവച്ചതാണ്, പക്ഷെ ഞാൻ ചെയ്യുന്നൊന്നുമില്ല. ഞാൻ ആ പ്രൊഡക്റ്റ് ഒക്കെ കൂടെ എടുത്ത് നമ്മളെല്ലാരും പറയുന്ന പോലെ ഞാനും ചെയ്ത് കട്ടിലിന്റെ ചോട്ടില് ഭദ്രമായിട്ട് കൊണ്ടുവച്ചു. വേറെ എന്റെ ബോക്സും കാര്യങ്ങളൊന്നും കേട് വരാൻ പാടില്ലല്ലോ. അങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് തുടക്കം കുറിച്ചത്. ഈ ചേച്ചിനോട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആള് പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യേ വിളിക്കോ പറയോ ഒന്നും ചെയ്തില്ല. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുവച്ചു. പിന്നെ ഇതിന്റെ സോപ്പ് പേസ്റ്റ് ഒക്കെ നമ്മളെ ഈ സാധാ ഏരിയയില് 180 രൂപേന്റെ പേസ്റ്റ് ഒന്നും ആരും വാങ്ങിക്കില്ല എന്നായിരുന്നു അന്ന് എന്റെ ധാരണ. അതുകൊണ്ട് ഞാൻ ഈ പേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഒന്നും തൊട്ടതേ ഇല്ല. ഇനി എപ്പോഴെങ്കിലും അവര് വരികയാണ് അവർക്ക് കൊടുത്തിട്ട് പൈസ റിട്ടേൺ വാങ്ങി ഇതൊന്ന് സ്കൂട്ടാവാന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. ഒരു 3 മാസക്കാലം ഈ സാധനം വീട്ടിൽ വെച്ച് അങ്ങനെ ഇരുന്നു, ഒന്നും ചെയ്തില്ല. ഇതിനെ കുറിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും തയ്യാറായില്ല. ഇതിന്റെ ആ ലീഡർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും,
മാഡം പിന്നെ ഒന്ന് വരുമോ, കോഴിക്കോട് മീറ്റിംഗ് ഉണ്ട്. അന്ന് മലബാറിനിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് നടക്കുക. പക്ഷെ അതൊരിക്കലും എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു. കാരണം 5 മണി മുതൽ 7 മണി വരെയൊക്കെയായിരുന്നു ആ സമയത്തൊക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ ഒരു എന്താ പറയുക, ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമേ ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുള്ളൂ. അവിടെ അങ്ങോട്ട് ടൗണിലേക്കൊക്കെ പോകണം, എനിക്ക് എപ്പോഴും ഒരാൾ കൂടെ വേണം, അല്ലെ ഹസ്ബൻഡ് വേണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോവാറുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എനിക്ക് ആ സമയം ഒട്ടും, കാരണം ഒരു വെളുക്ക് എത്തിക്കുന്ന സമയത്തൊക്കെ വീട്ടിൽ വേണം എന്നൊക്കെ ഉള്ള ഒരു നിയമമൊക്കെ ഉള്ള ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ ആ സമയമൊന്നും എനിക്ക് ഒട്ടും പറ്റിയില്ല. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു സമയത്ത് മീറ്റിംഗിൽ പങ്കെടുക്കുന്നൊന്നും ഞാൻ തീരുമാനിച്ചില്ല. ഞാൻ വിളിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഇങ്ങനെ മാറി മാറി നിന്നു. അവസാനം അവരെന്നെ വിളിക്കാതെയായി. കാരണം ഒരു മാസത്തോളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളും എന്താ പറയാ ഇങ്ങനെ തുടർച്ചയായിട്ട് വിളിക്കില്ലല്ലോ. അങ്ങനെ വിളിക്കാതെ ആ സമയത്താണ് എനിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു വയറുവേദന വന്നു, ഒരു അപ്പൻഡിക്സിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു വയറുവേദന വന്ന സമയത്ത് എന്റെ ഹസ്ബൻഡ് ആരോ പറഞ്ഞ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവര് ഓട്ടോ സ്റ്റാൻഡിൽ വരുന്ന ഒരു ഏട്ടൻ ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട്, ആയുർവേദത്തിന്റെ നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല റിസൾട്ടാണ്, ഒരുപാട് അസുഖങ്ങൾ മാറുന്നൊക്കെ ആൾക്ക് പറഞ്ഞത് കേട്ട ഒരു അറിവ് വെച്ചിട്ട് ആളിനോട് പറഞ്ഞു, നിങ്ങക്ക് ഹരിയേട്ടൻ കൊണ്ടു തന്ന കുറച്ച് സാധനങ്ങളില്ലേ കട്ടിലിന്റെ ചോട്ടിലിരിക്കുന്നു, ആ വയറുവേദനയ്ക്ക് അതൊന്ന് കഴിച്ചു നോക്കൂ, അത് ആയുർവേദ മരുന്നാണ്, നല്ലതാണ് പോലും. എന്താന്നൊന്നും അറിയില്ല. അന്ന് എലമെന്റ്സ് എന്നോ മൈലേജ് 10 ഒന്നും എനിക്ക് പേരറിയില്ല. ആകെ അറിയുന്ന ഒരു പേരെന്താ, ആയുഷിന്റെ മരുന്ന് എന്ന് മാത്രാണ്. അങ്ങനെ ആള് തന്നെയാണ് എനിക്ക് ഇതെന്ന് ഒരു ബ്ലഡ് പ്യൂരിഫർ, എന്താ ബ്ലഡ് പ്യൂരിഫർ ആണോന്നൊന്നും അറിയില്ല, ഒരു ചോപ്പ് ബോട്ടില് അടുത്ത് തന്നു. കഴിച്ചത് ബ്ലഡ് പ്യൂരിഫർ ആണ്. എന്തോ ഭാഗ്യം കൊണ്ട് വയറുവേദനയും ബ്ലഡ് പ്യൂരിഫറും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്ക് അതിന് ഉത്തരമില്ല. ഞാൻ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്, നല്ല റിസൾട്ടും ഉണ്ട്. പക്ഷെ ആ ഒരു പ്രോഡക്റ്റ് ഞാൻ കഴിച്ചു, എന്തോ ഭാഗ്യം കൊണ്ട് ആ വയറുവേദനയ്ക്ക് നല്ല ശമനം കിട്ടി. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് വിചാരിക്കുക എന്താ, ഈ വയറുവേദനയൊക്കെ മാറിയാൽ പൊതുവെ ഗ്യാസിന്റെ ഒക്കെ പ്രശ്നമാണെന്നാണ് പൊതുവെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെ ഞാനും വിചാരിച്ചു. ഞാൻ എന്റെ അയൽവക്കത്തുള്ളവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു, ആവശ്യന്റെ ഗ്യാസിന്റെ മരുന്ന് കഴിച്ചപ്പോ എനിക്ക് ഇന്നലെ ഇങ്ങനെ വയറുവേദനയ്ക്ക് നല്ല വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ആ ഗ്യാസിന്റെ മരുന്ന് കേട്ടപ്പോ അവർക്കെല്ലാം ഈ പ്രോഡക്റ്റ് വേണം. അങ്ങനെ ഞാൻ എന്റെ തൊട്ട് 2-3 വീട്ടിൽ കൊടുത്തു. പിന്നെ എന്റെ 2 ഫ്രണ്ട്സിന് കൊടുത്തു. 6 ബോട്ടിലെ ബ്ലഡ് പ്യൂരിഫർ ആണ് ആകെ തന്നത്, ബാക്കിയൊക്കെ സോപ്പും പേസ്റ്റും ആണ്. ആ 6 ബ്ലഡ് പ്യൂരിഫറും ഒന്ന് ഞാൻ കഴിച്ചു, 5 ഒരു ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് സെയിലായി. അന്ന് DP MRP ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ MRP പ്രൈസിന് തന്നെ ബോട്ടിൽ കണ്ട വിലക്ക് തന്നെയാണ് കൊടുത്തത്. അങ്ങനെ ഈ പകുതി പൈസ എന്റെ കയ്യിൽ വന്നപ്പോ മൊത്തം ടെൻഷനായി. ഇനിയിപ്പോ പകുതി സാധനമായിട്ട് ഇവർ കൊണ്ടുപോകോ, ഇനി പകുതി സാധനം ഇവിടെ കിടന്നു പോകുന്നൊക്കെയുള്ള ടെൻഷനായി. ഞാൻ ആ സാറെ വിളിച്ചു. സാറെടുത്ത് പറഞ്ഞു, സാറേ വയറുവേദനന്റെ മരുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട്, സാർ ഇത് കൊണ്ടുപോയിട്ട് എന്നെ ഒഴിവാക്കി തന്നു. അപ്പൊ സാറൊന്നും ആയിക്കോട്ടെ, ഞാൻ വരാം, നീ ടെൻഷൻ അടിച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ് ഒന്നല്ല, നിനക്കൊക്കെ ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാ പറഞ്ഞത്. അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഈ ബിസിനസ് ചെയ്യണ്ട, ഞാൻ വന്നിട്ട് ക്ലിയർ ആക്കി തരാം, ബാക്കി പ്രോഡക്റ്റ് ഞാൻ തിരിച്ചെടുത്തോളാം, ടെൻഷൻ അടിക്കണ്ടെന്ന്. അങ്ങനെ സാറ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന സമയത്ത് ഞാൻ ഈ പ്രൊഡക്റ്റ് മൊത്തം കൊടുത്തു, ക്ലിയർ ആക്കി ഒക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ ആൾ എനിക്ക് ഒരു 600 രൂപ തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ ഇത് എന്താണ്? അപ്പൊ സാർ എന്റെ അടുത്ത് പറഞ്ഞു, മാഡം ഒരു ബോട്ടില് ബ്ലഡ് പ്യൂരിഫർ സെയിൽ ചെയ്താൽ 100 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്, ഇത്രയും കാലം ഞാൻ ഒരു ദിവസം ഒരു 100 രൂപ അന്വേഷിച്ച് നടന്ന വ്യക്തിയാണ്. ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഒരു 12 മണി, ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഒരു 600 രൂപ ഇതിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതൊരു നല്ല അവസരമാണ്. പിന്നെ പ്രൊഡക്റ്റ് കൊടുത്ത് 2-3 ദിവസമായിട്ട് ആരും അതിനെ പറ്റി ഒരു നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ ശരിക്കും പറഞ്ഞ ഈ പ്രോഡക്റ്റ് എന്തിനാ? അപ്പൊ സാറ് പറഞ്ഞു, ഈ പ്രൊഡക്റ്റ് വയറുവേദനന്റെ അല്ല, നീ തെറ്റിദ്ധരിച്ചതാണ്, നിനക്ക് എന്തോ അതിന്റെ പച്ചമരുന്നിന്റെ ഇൻഗ്രീഡിയന്റ് വ്യത്യാസം കൊണ്ട് വയറുവേദന മാറിയതായിരിക്കും. ഇത് ബ്ലഡിൽ അഴുക്ക് പോകാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ബ്ലഡിൽ അഴുക്ക് പോയി കഴിഞ്ഞാൽ തരിപ്പോ, കടച്ചില്, കോച്ചില്, ചൊറിച്ചില് പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബ്യൂട്ടി പാർലറുകാരൊക്കെ സൗന്ദര്യം കൂടാൻ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. അത് അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ചുരുക്കി പറഞ്ഞാല് ബ്ലഡ് ഉള്ള എല്ലാ വ്യക്തികൾക്കും ഈ പ്രൊഡക്റ്റ് കഴിക്കാം. കാരണം നമ്മൾ കഴിക്കുന്ന വെള്ളത്തിലും പിന്നെ ഭക്ഷണത്തിലും വായുവിലും ഒക്കെ മലിനമായിട്ട് നമ്മളെ ശരീരത്തിലേക്ക്, ബ്ലഡിലേക്ക് ഒക്കെ അഴുക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ബ്ലഡ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ ഒട്ടുമിക്ക അസുഖങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുകൊണ്ട് നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഞാൻ സാറോട് പറഞ്ഞു, സാറേ ഈ പേസ്റ്റ് സോപ്പൊക്കെ നമ്മൾ അയൽവക്കത്തുള്ള പീടികകളിലൊക്കെ വാങ്ങാൻ കിട്ടും, പക്ഷെ ഇത് ഈ ബ്ലഡ് പ്യൂരിഫർ ഇവിടെ ഒന്നും വാങ്ങിക്കാൻ കിട്ടിയില്ലല്ലോ, നമ്മളെ കയ്യിൽ മാത്രമേ ഉള്ളൂ. സാർ ഒരു കാര്യം ചെയ്യൂ, 5000 രൂപയ്ക്കോ എന്ത് ചെയ്തോളൂ, ഇനിയിപ്പോ ആ ഒരു പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി കളിക്കണ്ട, സാർ ആ പൈസക്കൊക്കെ എനിക്ക് ബ്ലഡ് പ്യൂരിഫർ തന്നോളൂ, അത് ഞാൻ സെയിൽ ചെയ്തോളാം, അല്ലാതെ ഈ ബിസിനസ്സായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും എന്നെ വിളിക്കരുത്. സാറ് പറയുന്ന മാതിരി
ഐഡിയ അടിക്കാനോ ലീഡർ ആവാൻ ഇങ്ങനെ ഒരു കാര്യത്തിനും എനിക്ക് പറ്റില്ല. ആളെ ചേർത്താനും ഐഡിയ അടിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. സാർ എനിക്ക് ബ്ലഡ് പ്യൂരിഫയർ മാത്രം കൊണ്ടു തന്നു, ഞാനത് സെയിൽ ചെയ്യാം, എനിക്ക് ചെലവായിട്ടില്ല, സാറ് തിരിച്ചു കൊണ്ടുപോകും വേണമെന്ന് അത്രയും ഗ്യാരണ്ടിയിൽ സാർ എനിക്ക് ആ പ്രോഡക്റ്റ് കൊണ്ടു തന്നു. പിറ്റേ ദിവസം ഒരു 15 ബ്ലഡ് പ്യൂരിഫയർ കൊണ്ടു തന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് ഒരു 2-3 ദിവസം കൊണ്ട് അത് സെയിലായി. ചുരുക്കി പറഞ്ഞ ഒരാഴ്ചനെ കൊണ്ട് ഒരു 30-ലും മേലെ ബ്ലഡ് പ്യൂരിഫയർ എനിക്ക് സെയിലാക്കാൻ പറ്റി. ഇന്നിപ്പോ ആഴ്ചയിൽ 1 ലക്ഷത്തിലും മേലെ വരുമാനമൊക്കെ വാങ്ങുന്ന ആളാണെങ്കിൽ പോലും എനിക്ക് അന്ന് ആ ആഴ്ചയിൽ കിട്ടിയ ഒരു 3000 രൂപ, അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വരുമാനമായിട്ട് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്തത്. കാരണം നമുക്ക് ഒരു രൂപ പോലും നമ്മുടേത് എന്ന് പറയാനില്ലാത്ത ഒരു സമയത്ത് നമുക്കൊരു 3000 രൂപ സ്വന്തമായിട്ട് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ബ്ലഡ് പ്യൂരിഫയർ സെയിൽ ചെയ്യാൻ പറ്റി. അപ്പോഴും സാർ ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ട്രെയിനിങ്ങിന്റെ കാര്യം, മീറ്റിങ്ങിന്റെ കാര്യം, ഇതേപോലെ ലീഡർഷിപ്പിന്റെ കാര്യം ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, സാറേ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കൊന്നും അത് പറ്റില്ല, അതൊക്കെ ഹൈ ലെവലിൽ നടക്കുന്ന അല്ലെ അങ്ങനെ സൂട്ടും കോട്ടൊക്കെ ഇട്ട് നടക്കുന്ന അങ്ങനെയുള്ള അല്ലെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് പറ്റില്ല. സാറ് ഹോൾസെയിൽ പ്രൈസിനല്ല എനിക്ക് സാധനം കൊണ്ട് തന്നെ, സാറ് എന്നെ പറ്റിക്കുന്നൊന്നുമില്ലല്ലോ, സാറ് കൊണ്ട് തന്നെ പ്രൊഡക്റ്റ് കൊണ്ടു തന്നാൽ മതി, ഞാൻ എന്ത് ചെയ്തോളാം, എനിക്ക് ഓർഡർ ഉള്ളത് ഞാൻ സെയിൽ ചെയ്ത് തരാം, അല്ലാതെ എന്നെ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത്, എനിക്ക് ഒന്നിനും പറ്റില്ലായിരുന്നു. അങ്ങനെ പതിയെ പതിയെ വീണ്ടും ഒരു 3 മാസം കട്ടിലിന്റെ ചോട്ടിൽ വെച്ച് എന്റെ 3 മാസം പോയി. അത് കഴിഞ്ഞ് ഒരു 3 മാസം റീറ്റെയിൽ ചെയ്ത് നടന്ന എന്റെ സമയം വീണ്ടും ഒരു റീറ്റെയിൽ ചെയ്ത് നടന്നപ്പോൾ റീറ്റെയിൽ പ്രോഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ. ഈ ബിസിനസിന്റെ അവസരമോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ അതിന് ശ്രമിച്ചതും ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഈ സാറിന്റെ കൂടെ വേറൊരു സാറ് വന്നൊരു ഗ്രേറ്റ് ലീഡറാണ്, തൃശ്ശൂരുള്ള ഒരു ജോയ് സാറ്. ആള് വീട്ടിൽ വന്നു. ആള് പറഞ്ഞു, ഞാനും ഒരു ഓട്ടോ ഡ്രൈവറാണ്, ഞാൻ 6 മാസമായി ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഓട്ടോയിൽ നിന്ന് കിട്ടുന്നേക്കാളും ലാഭം ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ഓട്ടോറിക്ഷ വിറ്റ് ആ ഓട്ടോറിക്ഷ വിറ്റ പൈസക്ക് മുഴുവൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. 1 ലക്ഷത്തിന്റെ പുറത്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. നല്ലൊരു ബിസിനസ്സാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ അത് നിങ്ങൾക്കൊക്കെ പറ്റും, സാറ് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്നിട്ടാണ് ചെയ്യണത്, എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല. ഞാൻ ഇവിടുന്ന് അങ്ങനെ വീട് വിട്ട് അങ്ങനെ നമ്മളെ ഈ അയൽവക്കത്ത് കുടുംബശ്രീ റെസിഡൻസ് അസോസിയേഷൻ, ടൈലറിംഗ് അസോസിയേഷൻ അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക എന്നല്ലാതെ ഞാൻ ഈ ഒളവണ്ണ ഏരിയ വിട്ടിട്ട് പുറത്തേക്ക് പോവാത്ത ആളാണ്. അപ്പൊ എനിക്കൊന്നും നടക്കില്ല എന്ന്. അങ്ങനെ സാറിന് മനസ്സിലായി ഇതിനോട് ബിസിനസ് പരമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, സാധാ രീതി പറയണം. ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മാഡം എത്ര ബ്ലഡ് പ്യൂരിഫയർ വേണമെങ്കിലും സെയിൽ ചെയ്തോളൂ, മാഡം സെയിൽ ചെയ്യുന്നതിനൊക്കെ മാഡത്തിന് ഒരു ബോട്ടിലിന് വെച്ചിട്ട് 100 രൂപ ലാഭം കിട്ടുന്നത്, അത് മാഡം സമ്മതിച്ചാണ്, മാഡം സാറ്റിസ്ഫൈഡ് ആണ്. മാഡം വിചാരിച്ചല്ലോ ഒരു ദിവസം ഒരു 100 രൂപ കിട്ടണമെന്ന്, ഇതേപോലെ ഒരു ദിവസം 100 രൂപ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര ആളുകൾ നമ്മളെ സമൂഹത്തിലുണ്ട്. മാഡത്തിന് ഒരുപാട് ബന്ധങ്ങൾ ഉള്ളതല്ലേ, ഒരുപാട് ഫ്രണ്ട്സുകൾ ഉള്ളതല്ലേ, അവരോടൊക്കെ മാഡം ഒന്ന് സംസാരിച്ചിരിക്കുകയാണെങ്കിൽ മാഡത്തിന് കിട്ടുന്ന പോലെ അവർക്ക് ഒരു വരുമാനം കിട്ടിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവർക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോഴും എനിക്ക് പേടി നമ്മൾ അവരെയൊക്കെ ചേർത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടായി പോകുന്നു. അപ്പൊ പറഞ്ഞു, മാഡം ഒരു പൈസ അവരെടുത്തുനിന്ന് വാങ്ങണ്ട, മാഡം അവരെ ഒന്ന് പരിചയപ്പെടുത്തി തന്നെ ഞങ്ങൾ പ്രൊഡക്റ്റ് കൊടുത്തോളാം, ഞങ്ങൾ ഡീൽ ചെയ്തോളാം, മാഡം പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, മാഡം ആരോടും പൈസയും വാങ്ങണ്ട, ഒന്നും ചെയ്യണ്ട, അവർക്ക് അവസരം ഇഷ്ടപ്പെട്ടാൽ മാത്രം അവര് ചെയ്താൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഇന്നിപ്പോ വരുമാനം വേണ്ടാത്തവരാരുമില്ല, ഒരുപാട് ആളുകൾ എന്നെ പോലെ ബുദ്ധിമുട്ടുന്ന ഇഷ്ടം പോലെ ആളുകളെ എനിക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ എന്നാലും കുറച്ച് ആളുകളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പൊ സാർ പറഞ്ഞു, മാഡം ഒരു കാര്യം ചെയ്യൂ, ഒന്ന് ആധാർ കാർഡ് തരും, ഞാനൊരു ഫോട്ടോ എടുക്കുള്ളൂ, അല്ലാതെ ആധാർ കാർഡ് ഒന്നും ഞാൻ കൊണ്ടുപോകുന്നൊന്നുമില്ല, എനിക്കൊന്ന് ജസ്റ്റ് കറക്റ്റ് അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആധാർ കാർഡ് കൊടുത്തു. അവർ ID രാത്രി തന്നെ ഒരു ഞായറാഴ്ച രാത്രിയാണ്, രാത്രി തന്നെ അവർ ID ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ആളെന്നോട് പറഞ്ഞതാ, നിങ്ങൾ ഒരാളെ പരിചയപ്പെടുത്തിയാൽ അവരെത്ര കാലം ഈ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ചാലും അവര് വാങ്ങി ഉപയോഗിക്കുന്നതോ ഇനി അവര് റീറ്റെയിൽ ചെയ്യുന്നതോ ആയ അതിന്റെ 12% നിങ്ങളെ അക്കൗണ്ടിലേക്ക് കമ്പനി പരസ്യത്തിന് കൊടുക്കുന്ന പൈസ കമ്മീഷൻ ആയിട്ട് തരുന്ന്. അപ്പൊ ശരിക്കും എനിക്ക് ഈ 12% കുടുംബശ്രീ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നോണ്ട് കറക്റ്റ് അറിയാം 12% എന്താണ്. അപ്പൊ ഞാൻ ആലോചിച്ച് ഇത്രയേ ഉള്ളൂ, ഒരു ബാങ്കിൽ കളക്ഷൻ എടുക്കുന്ന ആള് വീടാന്തരം കയറി കളക്ഷൻ എടുത്താൽ 2.5% 3%ആണ് കമ്മീഷൻ കിട്ടുന്നത്. ഇവിടെ ആരോ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമുക്ക് 12% കിട്ടുകയാണെന്ന് പറഞ്ഞപ്പോ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ സാർ പിറ്റേ ദിവസം ഞാൻ സാറോട് പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ ഇഷ്ടക്കണക്കിന് ആളുകളെ സാറിന് പരിചയപ്പെടുത്തി തരാ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ആളെ ഞാൻ വിളിച്ചു പറഞ്ഞു. ആള് കുടുംബശ്രീന്റെ CDS മെമ്പറാണ്. ആള് അതേപോലെ തന്നെ നല്ലോണം ഈ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും അച്ചാറ് പോലെയുള്ള കാര്യവും ഓണ വിപണന മേള അങ്ങനെയൊക്കെ സെയിലൊക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആളടുത്ത് ഞാൻ പറഞ്ഞു, നിഷേച്ചി എന്നാണ് പേര്, നിഷേച്ചിയ ഒരു ഹെയർ ഓയിൽ വിറ്റാൽ 110 രൂപ ഉണ്ട്, നിങ്ങക്ക് വേണോ ചോദിച്ചു. എന്നോട് നീ കൊണ്ടോ,
കൊണ്ടുവന്ന ആ ചെലവായിട്ടില്ലേ തിരിച്ചു കൊണ്ടുപോയാൽ മതി, ഞാൻ കൊടുത്തു നോക്കാന്ന്. അങ്ങനെ ഞാൻ സാറോട് പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കൊണ്ട് ചെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്യുമോന്നൊന്നും എനിക്ക് അറിയില്ല, അവര് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസം തന്നെ അവരെ പോയി കണ്ടു, അവരോട് കാര്യം പറഞ്ഞു. അവരെ ഈ പ്രൊഡക്റ്റിന്റെയും കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് അവർ 5000 രൂപേന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. അന്ന് വൈകിട്ട് തന്നെ ആൾ എന്നെ വിളിക്കണു, മിനിഷ ആ പ്രൊഡക്റ്റ് ഒക്കെ തീർന്നു കേട്ടോ, 7000 സംതിങ് രൂപ കിട്ടിയിട്ടുണ്ട്. അത് ഇനി എന്താ ചെയ്യണ്ടേ, ഇനി ആ സാറോട് പറയൂ കുറച്ചും കൂടെ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് തന്നാൽ ഞാൻ സെയിൽ ചെയ്ത് നോക്കാം. കാരണം അവര് എക്സ്പീരിയൻസ് ആയ ആളായതുകൊണ്ട് തന്നെ അവർക്കിത് പെട്ടെന്ന് മനസ്സിലായി. എനിക്കൊരു ദിവസം 600 രൂപയാണ് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടിയതെങ്കിൽ ആൾക്ക് ഒരു ദിവസം ഏകദേശം 2000 രൂപയ്ക്ക് മുകളിലായിട്ടാണ് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആള് പിന്നെ തുടർച്ചയായിട്ട് സാധനം വാങ്ങലും റീറ്റെയിൽ ചെയ്യലായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ആ സമയത്താണ് ഞാൻ ഈ ഇതിൽ ഒരു ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നത്. അതേപോലെ നിർബന്ധിച്ചു കൊണ്ടുപോയത്. ഞാൻ വീട് വിട്ട് നിൽക്കാത്ത, ഒരു ടൂറ് പോവാത്ത, ഒക്കെ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പൊ സാറ് പറഞ്ഞു, നെല്ലിയാമ്പതി വെച്ചിട്ട് ഇതിന്റെ ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ട്, വരണം, നിർബന്ധമായിട്ടും വരണം. ഞാൻ പറഞ്ഞു പറ്റില്ലാന്ന്. അങ്ങനെ സാറ് ഹസ്ബൻഡിനെ ഒക്കെ കണ്ട് സംസാരിച്ചു. ഹസ്ബൻഡിന്റെ കൂടെ ഞാനും ഹസ്ബൻഡും കൂടെ നെല്ലിയാമ്പതിയിൽ ഇതിന്റെ ഒരു ട്രെയിനിങ്ങിൽ പോയി അറ്റൻഡ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ട്രെയിനിങ് ആണ് എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് മാറ്റി മറിച്ചത്. അങ്ങനെ ആ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്തു, കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോ പിന്നെ ഞാൻ വെറുതെ നിന്നില്ല. പിറ്റേന്ന് തൊട്ട് ഞാൻ എൻ്റെ ഒരു 5 ഫ്രണ്ട്സിനെ വിളിച്ചു. 5 ഫ്രണ്ട്സിനോടും ഞാൻ ഈ ബിസിനസ്, ഞാനും എൻ്റെ കൂടെയുള്ള നിശേഷിയും കൂടെ ഒരു 5 ഫ്രണ്ട്സിനെ സംഘടിപ്പിച്ചു. അവരുടെ അടുത്ത് ബിസിനസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു 5 ഫ്രണ്ട്സിലൂടെ ഇന്നിപ്പോ എൻ്റെ ടീമിൽ ഏകദേശം 1000-ൽ പരം ഡിസ്ട്രിബ്യൂഷൻ എൻ്റെ ഐഡിക്ക് കീഴെ നടക്കുന്നുണ്ട്. ഒരു 5 ഫ്രണ്ട്സിലൂടെ, കാരണം എൻ്റെ ടീമിലെ 5 ഫ്രണ്ട്സും ഇന്ന് STC ലീഡേഴ്സ് ആണ്. STC സോണൽ അങ്ങനെയുള്ള ലീഡേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കമ്പനി എനിക്ക് റീജിയണൽ ടീം കോർഡിനേറ്റർ എന്നുള്ള പട്ടം ഏകദേശം ഒരു 1.5 കോടിക്ക് മാച്ചിങ്, ഏകദേശം ഇനി ഒരു 1.5 കോടി മാച്ചിങ് ആയി ഏകദേശം. അതുകൊണ്ട് തന്നെ കമ്പനി അത്രയും മാച്ച് ചെയ്തതുകൊണ്ട് ഏകദേശം 15-16 ലക്ഷം ഉറുപ്പിയോളം എന്റെ അക്കൗണ്ടിലേക്ക് കമ്പനി ഈ ഒരു ഞാൻ ചെയ്ത പ്രവർത്തനത്തിന്റെ ഒരു എന്താ പറയാ കമ്മീഷൻ ആയിട്ട് എനിക്ക് എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നു. പിന്നെ ഡെയിലി നമുക്ക് ജീവിക്കാനുള്ള പൈസ റീറ്റെയിൽ പ്രോഫിറ്റ് കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അത്യാവശ്യം ഇപ്പോഴും റീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം എനിക്ക് സ്ഥിരം കസ്റ്റമർ ഉണ്ട്, അവർക്ക് ഞാൻ റീറ്റെയിലും ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പൊ 2 പ്രോഫിറ്റ് കൂടി അത് നല്ലൊരു എമൗണ്ട് ഈ ബിസിനസ്സിലൂടെ വാങ്ങി എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പൊ എനിക്ക് ഇതിലിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ആദ്യം ഈ ബിസിനസ് എന്താണെന്ന് ഒന്ന് ശരിക്കും മനസ്സിലാക്കുക. ഇത് നമുക്ക് 1 രൂപ പോലും ലാഭം കിട്ടുന്നത് ഓരോ വ്യക്തികളുടെ കഴിവനുസരിച്ചാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് 1 രൂപ നഷ്ടം വരില്ല. പൊതുവെ ആളുകൾ പറയും ആ ബിസിനസ് ചേർന്നാൽ നഷ്ടല്ലേ, പൊട്ടിപ്പോയില്ലേ, ഇങ്ങനെയൊക്കെ പറയും. എന്റെ അടുത്ത് ഇപ്പൊ ഈ RTC ആയിട്ട് പോലും ഈ അടുത്ത ഒരാളിനോട് ചോദിച്ചു, ഈ കമ്പനി പൂട്ടിപ്പോയാൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, നമ്മൾ മരിച്ചു പോയാൽ എന്ത് ചെയ്യാനാ? ഒരു കാരണം ഇത്രയും പൈസ തന്നത് നമ്മൾ എന്തായാലും, കമ്പനി പൂട്ടിപ്പോയാലും എനിക്ക് കിട്ടിയ ഈ 15 ലക്ഷം 16 ലക്ഷം ഉറുപ്പിക ഞാൻ കമ്പനിക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരില്ല. കാരണം ഞാൻ പ്രവർത്തിച്ചതിന്റെ വരുമാനമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പേടിക്കാതെ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. കാരണം നമുക്ക് ചെറിയ ചെറിയ കഴിവുകൾ ഉപയോഗിച്ചിട്ട്, നമുക്കറിയാം ഒരുപാട് ആളുകൾ നമുക്ക് ഒരു വീട്ടിലേക്ക് ചുരുങ്ങിയത് നമ്മളെ പ്രൊഡക്റ്റ് എടുത്ത് നോക്കുകയാണ്, ഒരു 20 പ്രൊഡക്റ്റ് എങ്കിലും വേണ്ടാത്ത വീടുകളില്ല. കറക്റ്റ് നമ്മൾ ഒരു ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ ആ വീടുകളിലേക്കൊക്കെ നമ്മളെ സാധനങ്ങൾ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഡെയിലി നല്ലൊരു റീറ്റെയിൽ, ഒരു 500-ന്റെ 1000-ന്റെ ഇടയ്ക്കായിട്ടുള്ള ഒരു എമൗണ്ട് റീറ്റെയിൽ പ്രോഫിറ്റ് ഏത് സാധാരണക്കാർക്കും ഏത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്കും ഈ ഒരു ബിസിനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് ആളുകൾ എന്റെ ടീമിലുണ്ട്. സാധാ വീട്ടമ്മമാർ, ഒരു വിദ്യാഭ്യാസ കാര്യമില്ലാതെ 70 വയസ്സ് വരെ പ്രായമുള്ള ലേഡീസ് എന്റെ ടീമിൽ ഇന്ന് നന്നായിട്ട് റീറ്റെയിൽ ചെയ്തിട്ട് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പ്രൊഡക്റ്റുകൾ എന്തിനൊക്കെ ഏതൊക്കെ അസുഖത്തിനൊക്കെ, നമ്മളത് അസുഖത്തിന് ഉപയോഗിക്കുന്ന മരുന്നല്ല, ഫുഡ് സപ്ലിമെന്റ് ആണ്. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ ശരീരം എന്തായിക്കോളും, നന്നായിട്ട് പ്രവർത്തിച്ചോളും. നമ്മളെ ശരീരത്തിൽ കേടൊക്കെ കളഞ്ഞ് നമ്മളെ ശരീരം തന്നെ ശരിക്കും നല്ലൊരു യന്ത്രമാണ്. അപ്പൊ അത് കറക്റ്റ് ചെയ്തിട്ട് അത് മനസ്സിലാക്കി ഓരോ ഉൽപ്പന്നത്തിനെ കുറിച്ചും പഠിച്ചിട്ട് ഇതിൽ കുറച്ച് കോമ്പിനേഷൻ പ്രൊഡക്റ്റുകളൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ട്. ഈ ഓരോ അസുഖങ്ങൾ നോക്കിയിട്ട് അതിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു തുടർച്ചയായിട്ട് ഞാനൊക്കെ കൊടുക്കുന്ന വ്യക്തികളോട് പറയും, നിങ്ങൾക്ക് അസുഖത്തിനാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 3 മാസം മുതൽ 6 മാസം വരെ കണ്ടിന്യൂ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മതി.
അവിടെ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ മാറും. നമ്മൾ ഈ ക്യാൻസർ പോലുള്ള വലിയ വലിയ രോഗത്തിന്, കിഡ്നി കംപ്ലൈന്റ് പോലുള്ള, ലിവർ സിറോസിസ് പോലുള്ള ഒരു 75% ലിവർ ഒക്കെ പോയിട്ടുള്ള ആളുകളോടൊന്നും ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇത് കഴിച്ചാൽ മാറും എന്നൊന്നും പറയാൻ പോണ്ട. പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് ഈ കുറേ കാലങ്ങളായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടല്ലോ, പിന്നെ നമുക്ക് എന്താ പറയാ, വെരിക്കോസ് വെയിന്, അതേമാതിരി മൂത്രത്തിലുള്ള കല്ല്, പൈൽസ്, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ ഒരു 3 മാസം ഒക്കെ തുടർച്ചയായിട്ട് ഈ പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലോണം റീറ്റെയിൽ പ്രോഫിറ്റും ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ലോണം ആളുകൾക്ക് നല്ല അസുഖങ്ങൾ മാറി കിട്ടും. ഈ അസുഖങ്ങൾ മാറിയ ആളുകൾ തന്നെ എന്ത് ചെയ്തോളും, വീണ്ടും നമുക്ക് ഓർഡർ കൊണ്ട് തന്നോളൂ. അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ ഞാൻ കൊടുത്തിട്ട് ഒരുപാട് ആളുകൾക്ക് പ്രൊഡക്റ്റിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. തുടക്ക സമയത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു റിസ്ബാൻ. അപ്പൊ ആള് DTC സോണലിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ പെട്ട ആളാ. എല്ലാവരും ഉപ്പയും ഉമ്മയും അങ്ങനെ എന്താ പറയാ, ഒരു പ്രത്യേക ഒരു എന്താ പറയാ, മുസ്ലിം സമുദായത്തിൽ തീരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്, ഹിന്ദുസ് ഒക്കെ അവരുടെ വീട്ടിലേക്ക് കടന്ന പ്രശ്നം, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലുള്ള ഫാമിലിയാണ് അവര് ഫാമിലി ആയിട്ട് ഒരു 10-20 വീട്ടുകാർ അവര് ആ ഫാമിലി ആയിട്ട് ഏട്ടനും അനിയന്മാരും മക്കളൊക്കെ ആയിട്ട് ആ ഒരു പറമ്പിൽ തന്നെ താമസിക്കുന്നുണ്ട്. അതിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് റിസ്വാന. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ ആ 20 വീട്ടിൽ നമുക്ക് സെയിൽ ചെയ്യാം, എന്നെയൊന്നും ഞങ്ങളൊന്നും ചെന്ന് അവര് വാങ്ങിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് അങ്ങോട്ട് ആരും അങ്ങനെ പൊതുവെ അങ്ങനത്തെ അവിടേക്ക് അങ്ങനെ ആരും കയറി അങ്ങനെ ചെയ്യലില്ല. അപ്പൊ ഈ റിസ്ബാന മാഡത്തിന് കിട്ടിയ അത്രയും വീട്ടുകാരെ കസ്റ്റമറായി കിട്ടല്ലോ എന്നുള്ളതില് ആളെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റിന് ആളെ ഭർത്താവ് ഗൾഫിലാണ്, പൈസ അയച്ചു കൊടുക്കും. അപ്പൊ അത് തികയാത്ത സാഹചര്യത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റിന് എന്റെ കയ്യിൽ കുടുംബശ്രീന്റെ ഒക്കെ കളക്ഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റിനൊക്കെ എന്നെ വിളിക്കൂ. അങ്ങനെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. അങ്ങനെ ഞാൻ ആളോട് ഒരു ദിവസം പറഞ്ഞു, നീ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നേരം കൊണ്ട് നീ നിന്റെ ആ ഫാമിലിയിൽ വീടുകളിൽ കുറച്ച് ഉൽപ്പന്നങ്ങൾ വിൽക്കുകയാണെങ്കിൽ നിനക്ക് ഇത്ര ലാഭം കിട്ടും. അതുകൊണ്ട് നീ കുറച്ച് പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യും, അവിടെ കൊടുക്കൂ. എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് അവിടെ സെയിൽ ചെയ്ത് തരണം, അതിന്റെ ലാഭം നീ എടുത്തോ, എനിക്ക് മുതൽ മാത്രം തന്നാൽ മതി. ആളെ ഐഡിയ അടിച്ചു. അവിടെ ചുറ്റുവട്ടത്തുള്ള വീട്ടിൽ പേസ്റ്റ്, സോപ്പ്, ടോയ്ലറ്റ് ക്ലീനർ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങളൊക്കെ കൊടുത്തു തുടങ്ങി. ലാഭം കിട്ടി തുടങ്ങിയപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പൊ ഈ വെൽനെസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആള് കൊടുക്കുകയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, റിസ്ബാൻ, എന്റെ രാമനാട്ടുകാരെ വെച്ചിട്ട് ഒരു ഡോക്ടർ ട്രെയിനിങ് ഉണ്ട്. അന്നൊരു ഒരു എന്താ പറയാ, ഒരു ആയുർവേദ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു ഗോപാൽ സാർ ഞങ്ങളെ ടീമില്. ആളാണ് പ്രൊഡക്റ്റിന്റെ ട്രെയിനിങ് ഒക്കെ എടുക്കുക. ആളൊരു പ്രൊഡക്റ്റ് ട്രെയിനിങ് ഉണ്ട്. അവിടെ പോയിട്ട് ഈ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. നീ ബാങ്കിൽ പോവാന്നിട്ട് പറഞ്ഞു എന്റെ കൂടെ ഒന്ന് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആളെ ആ മീറ്റിംഗിൽ കൊണ്ടുപോയി അറ്റൻഡ് ചെയ്ത സമയത്ത് 95 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ച് ആൾക്ക് കേട്ടപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. കാരണം ഉപ്പ 6 വർഷമായിട്ട് കുഴഞ്ഞു കിടക്കുകയാണ്. മിംസ് ഹോസ്പിറ്റലിൽ ഏകദേശം 10 ലക്ഷം രൂപയിലും മേലെ ചെലവാക്കിയിട്ട് അസുഖം മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇനി മരിക്കുന്നത് വരെ ഇങ്ങനെ പാരലൈസ് ആയിട്ട് എല്ലാം ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ 95നെ കുറിച്ച് ആള് കേൾക്കുന്നത്. ആള് അതേപോലെ വന്നപ്പം വിചാരിച്ചു, ഉമ്മ വാരി കൊടുക്കുന്ന ഭക്ഷണമല്ലേ, അപ്പൊ ഉപ്പയ്ക്ക് എന്തെങ്കിലും ക്ഷീണോ കുഴപ്പമോ ഉണ്ടെങ്കിൽ ഈ 95 കഴിച്ചാൽ നല്ല വ്യത്യാസം ഉണ്ടാവില്ല. ആള് ഈ 95 എന്ന് പറഞ്ഞ ഹെൽത്ത് ഡ്രിങ്ക് ഉപ്പയ്ക്ക് കൊടുത്തു. 1 മാസം കൊണ്ട് എന്തോ ഒരു വ്യത്യാസം. ആളെ ഈ തളർന്ന ഭാഗം ഒന്നും വേർക്കാറില്ലായിരുന്നു, അനങ്ങാറൊന്നും ഇല്ലായിരുന്നു. പക്ഷെ 1 മാസം ഈ നമ്മളെ ഈ 95 എന്ന് പറഞ്ഞ മഹത്തായ പ്രൊഡക്റ്റ് കഴിച്ചപ്പോൾ ആൾക്ക് ഒരു സൈഡ് ഒരു ചെറിയ ചലനം, അനങ്ങുന്നുണ്ടോന്ന് പോലും ഇവർക്ക് ഒരു സംശയം തോന്നി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറോട് കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു 5-6 പ്രൊഡക്റ്റ് കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കണം. 95ന്റെ കൂടെ സ്പൈറലിനെ കൊടുക്കണം, ബ്ലഡ് പ്യൂരിഫർ കൊടുക്കണം, ചാമ്പി തൈലം പുരട്ടി കൊടുക്കണം, വെൽഹാർട്ട് കൊടുക്കണം. ഈ 5 പ്രൊഡക്റ്റ് കൂടെ ഒരു 3 മാസം ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾ 10 ലക്ഷം മിംസിലേക്കൊക്കെ കൊടുത്തില്ലേ, ഇനി ഒരു 20,000-30,000 ലൈഫ് സ്റ്റൈലിലേക്ക് കൊടുത്തു നോക്കൂ. രക്ഷപ്പെടുന്നൊന്നും കഴിച്ചിലാവുന്നോ നീട്ടി നടക്കുന്നു പറയാൻ പറ്റില്ല, കൊടുത്തു നോക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആള് എന്തായാലും വേണ്ടിയില്ല, ഇനി ഇത് കൂടി ഒരു പരീക്ഷണം എന്നുള്ളതിൽ ആള് കൊടുത്തു. ഭാഗ്യം കൊണ്ട് ഇപ്പൊ 2 മാസം കൊണ്ട് എണീറ്റ് നടന്നു. ആളെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, 2-3 വീട് ബാക്കിലാണ് പള്ളി വരുന്നത്, പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് ആൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ സാധിച്ചു. ഇപ്പൊ ഏകദേശം ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് 5 വർഷമായി. ഇപ്പൊ 5 വർഷത്തില് ഇന്നലെ വരെ ആൾക്ക് ഒരു കുഴപ്പമില്ല. അത് ആളെ ആവശ്യങ്ങൾ ചെയ്തുകൊണ്ട് ആള് നടക്കുന്നുണ്ട്. അതാണ് ഞങ്ങളെ ഈ ഒരു ബിസിനസ്സിൽ ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ ഒരു വലിയൊരു അനുഭവം. ആ ആളെ എണീറ്റ് നടന്നതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞങ്ങളെ ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ വിശ്വാസമായി. പിന്നെ എല്ലാവരും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. കൊടുക്കുന്ന ആളുകൾക്കൊക്കെ നല്ല റിസൾട്ട്. അങ്ങനെ ഓരോ രോഗത്തിന്, അങ്ങനെ ഞാൻ ക്യാൻസറിന് കൊടുത്തു. ക്യാൻസറിന് 3rd സ്റ്റേജ് കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. അവിടെ ആദ്യം എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഭാര്യയുടെ അമ്മയ്ക്കായിരുന്നു. അങ്ങനെ അവിടെ അവർക്ക് കീമോ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. കീമോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നമ്മളെ 95 കഴിച്ചാൽ കീമോ ചെയ്യാനുള്ള കൗണ്ട് കൂടും,
കീമോ ചെയ്യാൻ പറ്റുമല്ലോ, കീമോ ചെയ്താൽ, കാരണം ഏകദേശം ഒരു 45 വയസ്സ് പ്രായമുള്ള ലേഡിയാണ്, അധികം പ്രായമൊന്നുമില്ല. അതുകൊണ്ട് കീമോ ചെയ്യാൻ പറ്റുമോ? ഒരു ബൈജു എന്ന് പറഞ്ഞാൽ കടലുണ്ടിയുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. അങ്ങനെ ആളെന്റെ അടുത്ത് നിന്ന് 95 എടുത്തുകൊണ്ടെടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. അവര് അത് ഉപയോഗിച്ചു തുടങ്ങി. ഒരു 2 ആഴ്ച ഉപയോഗിച്ചപ്പോൾ തന്നെ അത് കീമോ ചെയ്യാൻ പറ്റി. അങ്ങനെ പിന്നെ ആ ഒരു ക്ഷീണം മാറി തുടങ്ങിയിട്ട് അവർ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിച്ച് ഒരു 7 മാസം അവര് തുടർച്ചയായിട്ട് ഉപയോഗിച്ചപ്പോൾ ഡോക്ടറെ പോലും അത്ഭുതപ്പെടുത്തിയിട്ട് അവര് പറഞ്ഞത്ര ഇത് എങ്ങനെയാ പോയത്, ഇത്ര 3rd സ്റ്റേജിൽ വന്നിട്ടൊന്നും ക്യാൻസർ പോയതൊന്നും ഇതുവരെ അവരെ അനുഭവത്തിലേ ഇല്ല, ഇത് എങ്ങനെയാ പറ്റുന്നത്, മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന് പോലും ഒരു അനുഭവം വന്നു. അങ്ങനെ എന്താ പറയാ, നമുക്ക് എന്താ പറയാ, അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സംസാരിക്കേണ്ട, നമ്മളൊന്ന് പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി പ്രൊഡക്റ്റ് കൊടുക്കാൻ തുടങ്ങിയാൽ വീണ്ടും നമുക്ക് വേണ്ടി പ്രൊഡക്റ്റ് സംസാരിച്ചോളും എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ ഉദാഹരണം ഞങ്ങൾക്കൊക്കെയാണ്. അങ്ങനെ ഈ പ്രൊഡക്റ്റുകൾ ഓരോന്ന് സെയിൽ ചെയ്തു, നല്ല ഹൈ റിസൾട്ട് കിട്ടി. എനിക്ക് എവിടെ ട്രെയിനിങ്ങോ മീറ്റിങ്ങോ എന്ത് കിട്ടിയാലും ഇതിനെ കുറിച്ച് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായി. അതുകൊണ്ട് ഇന്നും 5 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇതിന്റെ ഏത് പ്രോഗ്രാം കിട്ടിയാലും ഞാൻ അതിൽ പങ്കെടുക്കും. അത് വലുതോ ചെറുതോ ചെറിയ ടീമിന്റെ ഒന്നും ഞാൻ നോക്കാറില്ല. ആര് ഈ ഒരു ബിസിനസിനെ കുറിച്ച് പറഞ്ഞാലും ടീമോ കാര്യങ്ങളോ നോക്കാതെ ഞാൻ സംസാരിക്കും. കാരണം എനിക്ക് ഈ പ്രൊഡക്റ്റ് എന്റെ ജീവിതത്തിൽ അത്രയും വലിയ വളർച്ചയാണ് ഈ ഒരു ബിസിനസ്. കാരണം എനിക്കൊന്നും ഒരിക്കലും ഒരു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിൽ ഈ ഒരു ബിസിനസ് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആരെന്ത് ചോദിച്ചാലും ഈ ബിസിനസിനെ കുറിച്ച് ഞാൻ അത്രയും പോസിറ്റീവായിട്ട് സംസാരിക്കുന്നതും എന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളുമാണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ടായ പോലെ തന്നെ എന്റെ കൂടെ വന്നിട്ടുള്ള 5 പേര്, ഞാൻ പറഞ്ഞ 4 പേര് STCകളാണ്. ഒരു സോണൽ ടീം കോർഡിനേറ്റർ, ഒരു 8 10 DTCകൾ ഉണ്ട്. അവരെ വീട്ടിലേക്കൊക്കെ വലിയ വലിയ വരുമാനം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് എന്നെ പോലെ ഒരു സാധാരണക്കാർക്ക് ഈ ഒരു ബിസിനസ്സിൽ അല്ലാതെ വേറെ ഒരു ബിസിനസ്സിലും സാധിക്കില്ല. വേറെ ഏത് മേഖലയിലും നമ്മൾ പോയി ജോലി ചെയ്താൽ നമുക്ക് വരുമാനം കിട്ടുന്നല്ലാതെ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പോലും ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ വിചാരിക്കും, ഒരു അസുഖം വന്നിട്ട് നമ്മൾ ഒരാളെ കാണാൻ പോവാണെങ്കിൽ ഒരു 1000 2000 നമുക്ക് കൊടുക്കാൻ പറ്റിയേക്കും, അതിൽ കൂടുതലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിലൊരു ടീം നമുക്ക് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ അവർക്ക് ജീവിതത്തിൽ അത്രയും വലിയൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെയും നമ്മൾ ഓരോരുത്തർക്കും ഈ ഒരു നമുക്ക് നളന്തയിൽ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ പല സ്ഥലത്ത് വെച്ച് GTS സെന്ററുകളിൽ എല്ലാ ജില്ലകളിലും പ്രോഗ്രാം നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് ആളുകളെ അറ്റൻഡ് ചെയ്യിച്ചിട്ട് ഇതിൽ സിമ്പിൾ ആയിട്ട് വിജയിക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പതിയെ പതിയെ വളർന്നു. ഞാൻ പറഞ്ഞു കോഴിക്കോട് ബീച്ച് പോലും കാണാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ആള് ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് ആൾക്ക് ബീച്ചൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവർക്ക് ബീച്ചിനൊന്നും ഒരു വിലയില്ല. പക്ഷെ തീരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത എനിക്കൊക്കെ ബീച്ച് കാണാൻ, ബീച്ച് പോവാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ആളോട് പറയുമ്പോൾ ആൾക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ അതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്തേക്ക് ഒന്നും പോവുക, ഒരു ടൂർ പോവുക, അങ്ങനത്തെ ഒരു ഫാമിലിയിൽ പെട്ട ആളുകളായിരുന്നില്ല. ഒരു ടൂറിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല, പക്കാ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ ഈ ബിസിനസ്സിൽ വന്ന സമയത്താണ് ടീം ഞങ്ങൾക്ക് ഒരു ഹൈദരാബാദ് ട്രിപ്പ്, പിന്നെ ഒരു 1,40,000 രൂപ പർച്ചേസ് ചെയ്ത ഹൈദരാബാദിൽ ഒരു ഫ്രീ ടിക്കറ്റ് നമുക്ക് രാമോജി നഗർ, ചാർമിനാർ അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് 4 ദിവസത്തെ ഒരു VIP ടൂർ ഏർപ്പാടാക്കിയത്. ഒന്നും നോക്കിയില്ല, ഞാൻ ആ ബിസിനസ്സിൽ ഞാനും എന്റെ ഹസ്ബൻഡും ആ ബിസിനസ്സിൽ അച്ചീവ് ചെയ്തു. ഞങ്ങള് 4 ദിവസം ഒരു 2 അങ്ങോട്ടും ഇങ്ങോട്ടും വിമാനയാത്ര ഈ ഒരു ബിസിനസ്സിലൂടെ നടത്താൻ പറ്റി. അങ്ങനെ ടീം വെക്കുന്ന കുറെ ഓഫറുകളിലൊക്കെ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും എനിക്ക് അത് അച്ചീവ് ചെയ്യണം എന്നൊരു വാശിയാണ്. എന്റെ ഏറ്റവും ഫസ്റ്റ് അച്ചീവ് ചെയ്യാനോ അല്ലെങ്കിൽ ഏറ്റവും ഈ ടീമിൽ വെച്ചിട്ടുള്ള ഈ ടീം എന്ന് പറഞ്ഞാൽ പരന്ന് കിടക്കുന്ന വലിയൊരു ടീമാണ്. അപ്പൊ ഒരുപാട് ആളുകളുള്ള ടീമാണ്. പക്ഷെ അവിടെയൊക്കെ ഞാൻ ഫസ്റ്റ് അച്ചീവ് ചെയ്യണമെന്ന ഒരു വാശിയായിട്ട് എടുത്തു. എങ്ങനെയെങ്കിലും ഈ ഫസ്റ്റ് ഇല്ലെങ്കിൽ സെക്കൻഡോ തേർഡോ ഒക്കെ ആയിട്ടെങ്കിലും അച്ചീവ് ചെയ്തു. ഹൈദരാബാദിൽ പോയി, ഗോവയിൽ പോയി, അതൊക്കെ വിമാനയാത്രയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞാല് നമ്മളെ കൊച്ചിയിൽ വെച്ചിട്ട് ഒരു ഷിപ്പ് കോൺടെസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷിപ്പിൽ പോയി. പിന്നെ ആലപ്പുഴ ഹൗസ് ബോട്ട് പോയി. പിന്നെ നമ്മളെ സിമ്പിൾ ആയിട്ടുള്ള ഇവിടെയൊക്കെ ബേപ്പൂർ ഹൗസ് ബോട്ടൊക്കെ ഞങ്ങൾ വെക്കുന്നത് തന്നെയാണ് ബേപ്പൂർ ഹൗസ് ബോട്ട്. അതേമാതിരി തൃശ്ശൂര്, അങ്ങനെയുള്ള ഒരുപാട് യാത്രകള് എന്നെയൊക്കെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ പണത്തെക്കാൾ ഉപരി ഇങ്ങനെ യാത്രകളൊന്നും ഒരിക്കലും, ഞാനൊക്കെ വിമാനമൊക്കെ നോക്കി കാണാന്നല്ല, വിമാനത്തിലൊന്നും കയറാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഞാനിന്ന് അങ്ങനെയുള്ള എല്ലാ യാത്രകളും നടത്തി. പിന്നെ അതുകൂടാതെ ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് ഈ ഒളവണ്ണയിലുള്ള കുറച്ച് വ്യക്തികളെ അറിയാന്നല്ലാതെ പുറത്തു ലോകത്ത് ഒരാളെ അറിയില്ല. ഇന്ന് കേരളത്തില് ഏത് ജില്ലയിൽ പോയാലും ഇന്ന് ഞാനായിട്ടുള്ള ഏതെങ്കിലും ഒരു ബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും, ഞാൻ ഇവിടുന്ന് തൃശ്ശൂരൊക്കെ പോയി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ വീട്ടുകാരെക്കാളും കൂടുതൽ നോക്കുന്ന ലീഡേഴ്സ്
അവിടെ ഉണ്ട്. സജീവ് പാറയ്ക്കൽ സാറ്, രാജേഷ് കൊളങ്ങാടൻ സാറ്, ജോയി സാർ ഒക്കെ അവരൊക്കെ വലിയ ഗ്രേറ്റ് ലീഡേഴ്സ്. അവർക്കൊക്കെ എന്ത് വിചാരിച്ചാലും സാധിക്കുന്ന അത്രയും വലിയ ലീഡേഴ്സ് ആയിട്ടൊക്കെ നല്ല ബന്ധം പുലർത്താൻ വേണ്ടിയിട്ട് പറ്റി. ഏത് സ്ഥലത്ത്, ഏത് ജില്ലയിൽ, ഇനിയിപ്പോ താമരശ്ശേരി ഭാഗത്ത് പോയി, വയനാട് ഭാഗത്ത് എന്താ പ്രശ്നം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ബൽനി സാറെ വിളിക്കുക. ടീമോ കാര്യം ഒന്നും നോക്കില്ല. ഏത് സ്ഥലത്ത് പോയാലും എനിക്കിന്ന് ഒരുപാട് ബന്ധങ്ങള്, അതേമാതിരി ഒരുപാട് ലീഡേഴ്സ് ആയിട്ട്, ഒരുപാട് വലിയ വലിയ ആൾക്കാരായിട്ട് ബന്ധങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ എന്റെ ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 10th പാസ് കഴിഞ്ഞ് ഞാൻ അസിസ്റ്റന്റ് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞത്. ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു 19 വയസ്സാകുമ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞ് പോകുന്നവരെ വീട്ടിൽ തളയ്ക്കപ്പെട്ട, പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല, ഒരു ബസ്സിൽ കയറാനും ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനത്തെ ഇന്ന് ഞാന് അങ്കമാലി വരെയൊക്കെ ഒറ്റയ്ക്ക്, ആരും ഇല്ലാതെ, RTC മീറ്റിംഗ് ഒക്കെ വരുമ്പോ ആരും കൂട്ടാണ്ടാവില്ല. കാരണം ഇവിടുന്ന് കോഴിക്കോട് നിന്ന് ആ ടീമിലേക്ക് RTC ആയിട്ട് പോവാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് ഞാൻ ചെല്ലണം നിർബന്ധമാണ്. പിന്നെ എന്താ, ചെല്ലുമ്പോൾ നല്ല ധൈര്യമാണ്. ഞാൻ ചെല്ലുമ്പോൾ എന്റെ എല്ലാ ലീഡേഴ്സും അവിടെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് അങ്കമാലി വരെ ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു, എല്ലാ സ്ഥലങ്ങളിലും. പിന്നെ എനിക്ക് ടൂ വീലറായിട്ടാണ് ഞാൻ എല്ലാ സ്ഥലത്തും ബിസിനസ് ആവശ്യമായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാനൊരു പുതിയ 1.5 ലക്ഷം രൂപേന്റെ ടൂ വീലർ, നല്ല ടൂ വീലർ വാങ്ങിച്ചു. അന്ന് ചെറിയൊരു അബദ്ധം പറ്റി. അന്നത് കാറ് വാങ്ങിച്ചാൽ മതിയായിരുന്നു. പക്ഷെ കാറ് ഓടിക്കാൻ അറിയാത്തത് കൊണ്ടും ബിസിനസ്സിന് ഫാസ്റ്റ് ആയിട്ട് വളരാൻ ടൂ വീലർ ഉള്ളത് കൊണ്ടും ഞാൻ എന്ത് ചെയ്തില്ല, കാറ് വാങ്ങിച്ചില്ല. കാരണം എനിക്ക് ഓടിച്ച് നടക്കാൻ സുഖം ടൂ വീലർ ആണല്ലോ. കാറ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഹസ്ബൻഡിന് ഓട്ടോ ഉണ്ട്. പിന്നെ അതിന്റെ കാറിന്റെ ഒരു ആവശ്യം ഉണ്ട് തോന്നിയില്ല. ഒരു 1.5 ലക്ഷം രൂപേന്റെ ഒരു ഓട്ടോ വാങ്ങിച്ചു, ലാപ്ടോപ്പ് വാങ്ങിച്ചു, ഒരുപാട് 2-3 മൊബൈൽ സെറ്റ്, അങ്ങനെ ഒരുപാട് ഈ അച്ചീവ്മെന്റുകൾ ഇതിലൂടെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇന്ന് ഈ ഒരു ടൂ വീലറും കൊണ്ട് ഞാൻ ഏകദേശം മലപ്പുറം കോട്ടയ്ക്കൽ വരെയൊക്കെ ഞാൻ ടൂ വീലർ ആയിട്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കും. ഈ പന്തിരങ്കാവ് ഏകദേശം കൊയിലാണ്ടി കൊല്ലം വരെയൊക്കെ ടൂ വീലർ ആയിട്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനൊക്കെ ഈ ബിസിനസ്സാണ് ഈ പഠിപ്പിച്ച് എടുത്തത്. കാരണം എനിക്കൊന്നും ഒരിക്കലും അങ്ങനെ, ഞാനൊന്നും ഒരിക്കലും അത്ര ദൂരമൊന്നും പോകുന്ന പോലും ചിന്തിക്കാത്ത വ്യക്തിയാണ്. പക്ഷെ ഇന്ന് പല സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനും ഒക്കെ നമ്മളെ പഠിപ്പിച്ച എന്നെ. പിന്നെ മാത്രല്ല, ഇത്രയും ആളുകളെ മുന്നിൽ, ആയിരക്കണക്കിന് ആളുകളെ മുന്നിൽ ഇന്ന് എനിക്ക് അറിയാവുന്ന കാര്യം, ഞാൻ വലിയ ട്രെയിനറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് പറഞ്ഞു തരാൻ പറ്റിയ ഒരു ലീഡറോ അങ്ങനെയൊന്നും അല്ല. ഞാൻ എന്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് എന്റെ വാക്ക് കേട്ട് മോട്ടിവേറ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ ഇന്ന് ബിസിനസ്സിലേക്ക് കടന്ന് വന്ന് ബിസിനസ് ചെയ്ത് വിജയിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷം. ഞാൻ പറഞ്ഞ എനിക്ക് ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസം, ഞാൻ പോയിട്ട് 2-3 ഡോക്ടേഴ്സ് എന്റെ ടീമിൽ ഇന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ അവർക്ക് ബിസിനസ് കൊടുത്തിട്ടാണ് അവർ ഈ ബിസിനസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ട്. അല്ലാതെ അങ്ങനെ 2-3 ഡോക്ടേഴ്സിന് ഞാൻ ക്ലാസ് കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അവര് ഇന്ന് നല്ല സീരിയസ് ആയിട്ട് തന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്റെ ടീമിൽ ഒരു MBA കഴിഞ്ഞിട്ടുള്ള ശ്രീ സുധാ മേഡം ഉണ്ട്. ആളെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഏകദേശം ആള് STC റാങ്കിലാണ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 60,000 രൂപയ്ക്ക് മേലെ മാസ സാലറി വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളാണ്. ആള് ഈ ഒരു ബിസിനസിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു. ആള് ജോലി റിസൈൻ ചെയ്തിട്ട് എന്റെ കൂടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. MBA കഴിഞ്ഞ ആളുകൾക്കൊന്നും നമ്മൾ ഈ ബിസിനസ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള വലിയ ഗ്രേറ്റ് ലീഡേഴ്സിനെ എനിക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത്. അതേപോലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് ഈ ഉസ്താദുമാർക്കൊക്കെ ക്ലാസ് കൊടുക്കാൻ. കാരണം നമുക്ക് ഡോക്ടേഴ്സിനും അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം. ഈ അധ്യാപകർക്ക് ക്ലാസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. അവര് എന്തൊക്കെയോ ചോദ്യങ്ങൾ നമ്മളടുത്ത് ഇങ്ങനെ ചോദിക്കാം. പക്ഷെ അവിടെ പോലും നമുക്ക് പിടിച്ചു നിന്നിട്ട് എന്റെ ടീമിൽ ഉസ്താദ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ എന്റെ ക്ലാസ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേൾക്കുന്നത് തന്നെ. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം എനിക്കൊക്കെ ആദ്യം ഉസ്താദ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയില്ല, ഒരു പേടി പോലെയായിരുന്നു. അത് അങ്ങനെ ഒരു പേടി പോലെയായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്പൊ അവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഈ ബിസിനസ്സിൽ അവസരം കൊടുക്കാൻ പറ്റി, അല്ലെങ്കിൽ നമ്മളിലൂടെ അവർക്ക് ഈ ബിസിനസ് പകർന്നു കൊടുക്കാൻ പറ്റി. ഇതൊന്നും എന്റെ കഴിവല്ല, നമ്മളെ കമ്പനീന്റെ കഴിവാണ് കേട്ടോ. കാരണം നമുക്ക് കമ്പനിയിലെ പണ്ടൊക്കെ ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ് ഓവർ എന്താ പറയുക, ചെറിയ ചെറിയ ക്ലാസ്സുകളിലല്ലാതെ ഓൺലൈൻ ക്ലാസ്സുകൾ ഒന്നും കിട്ടില്ലായിരുന്നു. ഇന്ന് ഏത് വ്യക്തികൾക്കും വീട്ടിലിരുന്നിട്ട് ഈ ബിസിനസ് പഠിക്കാനുള്ള അവസരമുണ്ട്. വെറുതെ ജസ്റ്റ് ഒന്നും നമുക്ക് ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചാണോ അറിയേണ്ടത്, നമുക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ കൊടുക്കേണ്ടത്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് വ്യക്തമായിട്ടൊന്ന് യൂട്യൂബിൽ കയറുക, ഡോക്ടർ അഞ്ജിത എലമെന്റ്സ് എന്ന് അടിക്കുക, ആ പ്രൊഡക്റ്റിന്റെ പേര് ഒന്ന് അടിച്ചെടുത്താല് ഒരു കഫ്നിലിനെ കുറിച്ചിട്ട് പോലും ഏകദേശം ഒരു 3/4 മണിക്കൂറുള്ള സമയത്തോളം ഡോക്ടർ അഞ്ജിത മേഡം ക്ലാസ് എടുക്കുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരെ ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്,
പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയുള്ള യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകൾ, അതേമാതിരി ഗ്രേറ്റ് ലീഡേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിലൊക്കെ കയറി നമ്മൾ ഈ ബിസിനസിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാം. ഈ പുതിയ വ്യക്തികളോട് പറയാനുള്ളത്, നമ്മൾ കയറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്യാനുള്ള കാര്യം. അപ്പൊ നമുക്ക് ഇതിൽ ജോയിനിങ് ആവണമെങ്കിൽ ഒരു 3750 ബിസിനസ് വോളിയം വരണം. അതായത് നമ്മളെ G75 പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓണിന്റെ പ്രോഡക്റ്റ് ഒരു 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മളൊരു ഫാമിലിയിൽ അല്ല അടുത്ത ബന്ധുവിന്റെയോ കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ് വാങ്ങിയിട്ട് എത്ര പൈസ കൊണ്ടുപോയി കളയുന്നു. ഞാൻ അത് പലരോടും ചോദിക്കുന്ന കാര്യം. ചിലർ പറയും മാഡം അതിൽ ചേരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പൈസ ഇല്ല എന്ന് പറയും. പക്ഷെ ഒരാങ്ങളെന്റെയോ പെങ്ങളെയോ തൊട്ട റിലേറ്റീവിന്റെയോ കല്യാണം ഉണ്ടെങ്കിൽ ഒരു 20,000 30,000 രൂപേന്റെ ഡ്രസ്സൊക്കെ ഒരു വീട്ടിലേക്ക് സുഖമായിട്ട് പൊടി പൊടിക്കും. എന്നിട്ട് ആ ഡ്രസ്സ് വീണ്ടും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളൊക്കെ കല്യാണത്തിനൊക്കെ വാങ്ങിയ ഡ്രസ്സ് ഒരു ദിവസം ഉപയോഗിച്ചിട്ട് പിന്നെ അത് അലമാരിയിൽ മടക്കി വെക്കുക. പണ്ട് കാലത്തേക്കാണ് വീണ്ടും വീണ്ടും അത് ഉപയോഗിച്ചിരുന്നു. ഇന്നിപ്പോ ഒരു കല്യാണത്തിന് എടുത്ത ഡ്രസ്സ് ഒന്നും അടുത്ത പരിപാടിക്ക് ആരും ഉപയോഗിക്കുമെന്ന് എനിക്ക് തോന്നില്ല. ഞാൻ പറയാം, ആ ഒരു അങ്ങനെ ഒരു മൈൻഡിൽ നമ്മൾ ഈ ബിസിനസിനെ കണ്ടു. ഒരു 5000 രൂപയുടെ സാധനല്ലേ. പിന്നെന്ന് പറഞ്ഞാല് എന്റെ ടീമിൽ ഒരു മുനിറ മേഡം പറയും, ഇത് തക്കാളി ഒന്നല്ലല്ലോ ചീഞ്ഞു പോവാൻ, 3 വർഷം വരെ എക്സ്പയറി ഡേറ്റ് ഉള്ള സാധനമാണ്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഇന്ന പ്രൊഡക്റ്റോ വെൽനസ് ഒന്നും ആദ്യം പഠിക്കണ്ട. എന്തായാലും പല്ല് വെക്കാത്തവരും കുളിക്കാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിലില്ല. ഒരു 5000 രൂപേന്റെ പ്രൊഡക്റ്റ് വാങ്ങി ഒരു 20 വീട്ടിൽ അത്യാവശ്യ സാധനങ്ങൾ കൊടുത്താൽ പോലും, 20 വീടൊന്നും വേണ്ട, ഞാൻ ഇനി ഓരോ പ്രൊഡക്റ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പോലും ഒരു 20 വീട്ടിൽ കൊടുത്താൽ ആദ്യമായിട്ട് നമ്മൾ കൊണ്ട ചെല്ലൽ വെച്ചിട്ട് എല്ലാവരും വാങ്ങിക്കും. പിന്നീട് ക്വാളിറ്റി കൊണ്ടാണ് വാങ്ങിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ അറിയുന്നവരെ വീട്ടിൽ ചെന്നാൽ അവരെന്തായാലും, അറിയാത്ത വീട്ടിൽ ചെന്നാൽ പോലും അടക്കില്ല. എന്നാലും നമ്മളൊക്കെ ചെന്നാലും അടക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 5000 രൂപേന്റെ പ്രൊഡക്റ്റ് ഫസ്റ്റ് മേടിച്ച് ഇതിൽ കയറി നിൽക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. കയറി നിന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് കാര്യം ചെയ്യാനുള്ളത് എന്ത് ചെയ്യുക, നല്ല ആവശ്യക്കാരായ നമ്മളെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുള്ള കുറച്ച് ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാവും. അതിന് നമ്മൾ ലിസ്റ്റ് ബിൽഡ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഒരു 50 ആളെ പേര് വെറുതെ എന്താ പറയാ മുൻധാരണകളോ മുൻവിധികളോ ഇല്ലാതെ നമ്മൾ ഒരു 50 ആളെ ലിസ്റ്റ് ഉണ്ടാക്കുക. ആ 50 ആളിന്ന് ഒരു 5 ആളെ സെലക്ട് ചെയ്യുക. നമ്മൾ പോയിട്ട് പെട്ടെന്ന് ബിസിനസ് പറഞ്ഞാൽ നമുക്കത് പറയാൻ കഴിയില്ല. ഒരു പുതിയ വ്യക്തിനെയാണ് കേട്ടോ ഞാൻ പറയുന്നത്, ഒരു സ്റ്റാർ അബവ് ലീഡേഴ്സിനെ അല്ല. ഒരു പുതിയ വ്യക്തികൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, ഇതേപോലെ എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് പറയുന്ന പോലെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ തൊട്ട് അപ്ലൈനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് പറഞ്ഞാൽ മനസ്സിലാവും, ഒരു വ്യക്തതയിൽ മനസ്സിലാവും എന്നുള്ള ഒരു ലീഡറെ കൂട്ടിയിട്ട് ഇമ്മീഡിയറ്റ് അവിടെ പോയിട്ട് ആ ലീഡറെ കൂടെ പോയിട്ട് അവരെ പരിചയപ്പെടുത്തി അവർ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ജോയിനിങ് നടക്കും. അങ്ങനെ നമ്മളെ വരുമാനത്തിൽ ഫോക്കസ് ചെയ്യാതെ നമുക്ക് നടക്കാൻ 2 കാല് വേണം എന്നുള്ള പോലെയാണല്ലോ അല്ലെ ഇതിൽ 2 ടീം വേണമെന്ന് നമ്മളെപ്പോഴും പറയുന്നത്. അപ്പൊ 2 പേരെ നമ്മളെ കൂടെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഒരു 5000 ബിസിനസ് നടന്നു കഴിഞ്ഞാൽ പൈസയിലാണെങ്കിൽ നമുക്ക് 450 രൂപയാണ് കിട്ടുക. അതിൽ TDS കട്ട് ചെയ്തിട്ട് ഏകദേശം 402 രൂപയാണ് ഒരാൾക്ക് അക്കൗണ്ട് കിട്ടുക. ഒരു ജോയിനിങ് വന്ന ഒരു മാസം കൊണ്ട് ഒരു 400 രൂപ അവരെ അക്കൗണ്ടിൽ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളെ കൂടെ എന്ത് ചെയ്തോളും, സ്റ്റിക്ക് ഓൺ ചെയ്തോളും. അങ്ങനെ വീണ്ടും വീണ്ടും അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു പോയാൽ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട്, ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയണേ, നമുക്ക് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ 2 ആള് വന്നു, ആ 2 ആളിലൂടെ ഒരു 4 ആള് വന്നു, അങ്ങനെ ഒരു 10 ആൾ ഓർഗ് 1-ലും ഒരു 10 ആൾ ഓർഗ് 2-ലും ആയാല് നമുക്ക് നല്ല ബിസിനസ് തന്നു. അതോടൊപ്പം തന്നെ ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനുള്ള നല്ല ട്രെയിനിങ്ങും എന്ത് ചെയ്യുക, അവർക്ക് കൊടുക്കുക. അതിനൊക്കെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ ആ നല്ല ലീഡേഴ്സിനൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട്, ഇന്നിപ്പോ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് തോന്നുന്നു ഇന്ന ടീമിലെ ലീഡർമാരെന്നല്ല, ഏത് ടീമിലെ ഒരു RTC അബവ് ലീഡേഴ്സ് എന്തായാലും ടീം നോക്കാതെ ചെയ്യുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. ഞാൻ കണ്ടിടത്തോളം അങ്ങനെയാണ്. കാരണം ഒരുപാട് ലീഡേഴ്സിന്റെ ഹെൽപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, പല ലീഡേഴ്സിനും. ബൽനിസാറ് ടീമിൽ ഒന്നല്ല ഞാൻ വരുന്നത്, പക്ഷെ ബൽനിസാറ് പല ക്ലാസ്സും കേട്ടിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ അതിലൊക്കെ പോയിരിക്കാനും നമ്മൾ അവരായിട്ട് സംസാരിക്കാനും പല ലീഡേഴ്സായിട്ട് കോണ്ടാക്ട് ചെയ്യാനും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഇതിൽ വിജയിച്ചിട്ടുള്ള ലീഡേഴ്സായിട്ട് കോണ്ടാക്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. പല ആൾക്കാരും ചെയ്യുക എന്താ പറയുക, ഇതിലേക്ക് ബിസിനസ്സിലേക്ക് ഇങ്ങോട്ട് വരും. ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഏതെങ്കിലും ടീച്ചർമാരോടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള കുറച്ച് വലിപ്പം തോന്നുന്ന ഒരു ലീഡർഷിപ്പ് ഒക്കെ തോന്നുന്ന ആളുകളോട്, ഈ ബിസിനസ് അറിയാത്ത വ്യക്തികളോട് പോയി ചോദിക്കും. അപ്പൊ പണ്ട് എന്തൊക്കെയോ, കാരണം ഞാൻ വേറൊരു ബിസിനസ്സിൽ ഇതുവരെ ഈ മൈ ലൈഫ് അല്ലാതെ ഞാൻ ഡയറക്ട് മാർക്കറ്റിംഗ് ഒരു ബിസിനസ്സും വേറെ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ പണ്ട് കാലത്ത് എന്തൊക്കെയോ എന്താ പറയാ മണി ചെയിൻ പോലുള്ള സിസ്റ്റങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്, ദുരനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് അബദ്ധത്തിൽ ചാടണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും പലരും പറഞ്ഞു കൊടുക്കുക, അയ്യോ അതിലൊന്നും നിൽക്കാൻ പോകണ്ട കേട്ടോ, അതിൽ നിന്നാല് ഗുണം ഉണ്ടാവില്ല എന്ന്. പക്ഷെ അതിന് പകരം
നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബിസിനസ് വിജയിച്ച, കാരണം നമ്മളിങ്ങനെ പറയാം, SSLC തോറ്റ ഒരു വ്യക്തിയോട് SSLC പരീക്ഷ എഴുതട്ടെ എന്ന് ഇപ്പൊ ഞാൻ പോയി ചോദിച്ചാൽ അവരെന്തേക്കും എന്നോട് പറയാ? അതിനു വേണ്ടി ഫുൾ A+ കിട്ടി ജയിച്ച ഒരാളോട് ചോദിച്ചാൽ അവരെന്തായിരിക്കും പറയുന്നത്? നിങ്ങൾ ഗസ് ചെയ്ത് നോക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, വിജയിച്ച വ്യക്തികളോട് അല്ലെ ഈ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഈ ബിസിനസ് ഒരു വരുമാന മാർഗമായിട്ട് കാണുന്ന ലീഡേഴ്സിനോട്, വേറെ ജോലിയുള്ളവരടുത്തൊക്കെ ചോദിക്കുന്നതിനേക്കാൾ ഉപരി ഈ ബിസിനസ് ഒന്ന് ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ലീഡേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഇതൊരു പഠിക്കാം. നമുക്കൊരു വ്യക്തികളെ മനസ്സിലാവണമെങ്കിൽ പോലും നമ്മൾ ഏകദേശം പറയും ഒരു 3 മാസം സമയം വേണമെന്ന്. അതേപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഒരു 5000 രൂപ കൊടുത്ത് ജോയിൻ ചെയ്തിട്ട് ഒരു 3 മാസം നിങ്ങൾ കയറി നിൽക്കുക. ഒരു 3 മാസം നിന്ന് നോക്കുക. നമുക്ക് നഷ്ടപ്പെടാനാണെങ്കിൽ ഒന്നുമില്ല. ഒരു 5000 രൂപേന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് കാലം ഉപയോഗിച്ചാലും തേച്ച് കുളിച്ചാലും പല്ല് വെച്ചാലും തീരുന്ന പ്രൊഡക്റ്റുകളുള്ളൂ. പിന്നെ ഇതിലൊരു കവചപ്രാശം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ ആരോഗ്യം നന്നാവും. അതേപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളിലുള്ള ഒരു നഷ്ടം വരാനില്ല. പക്ഷെ കിട്ടുകയാണെങ്കിൽ വലിയൊരു കാര്യമാണ്. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറെ ആളുകൾക്ക് ഈ ബിസിനസ് എത്തിച്ചു കൊടുക്കാനും എല്ലാം എന്താ പറയാ, ഒരു സൂപ്പർ ബിസിനസ് എന്ന് എനിക്ക് എത്ര പറഞ്ഞാലും പിന്നെ അങ്ങനെ തന്നെ വരുള്ളൂ. ഒരു സൂപ്പർ ബിസിനസ് ആയിട്ട് കാരണം ഈ ആളുകൾക്കൊക്കെ പ്രശ്നം എന്താ പറയുക, ഈ ബിസിനസ് എന്നുള്ള വേർഡ് പോലും ചില ആളുകൾക്ക് പ്രശ്നമാണ്. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾ ബിസിനസ് എന്നൊന്നും പറഞ്ഞ് അപ്രോച്ച് ചെയ്യണ്ട. നിങ്ങൾ എന്താ ചെയ്യുക, ഹോൾസെയിൽ പ്രൈസിന് ഇപ്പൊ നമ്മള് ചില ആളുകളൊക്കെ കണ്ടില്ലേ മാക്സി ഒക്കെ കച്ചവടം ചെയ്യുന്നത്, അവര് ഹോൾസെയിൽ പ്രൈസിന് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മളെ നാട്ടിൽ കൊണ്ടുവന്ന് റീറ്റെയിൽ എടുക്കുന്നു. ഇവിടെ അതേപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി. നമുക്ക് എരഞ്ഞിപ്പാലം ഡിപ്പോയിൽ ഏതാ ഡിപ്പോ, അടുത്തുള്ള ഡിപ്പോയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹോൾസെയിൽ പ്രൈസിന് സാധനം വാങ്ങിക്കൊണ്ടുവരിക, നമ്മളത് സെയിലാക്കുക. കമ്പനി നമ്മൾ ഇത്ര പ്രൊഡക്റ്റ് എടുക്കണം എന്നൊന്നും ടാർഗറ്റ് വെക്കുന്നില്ല. 500ന്റെ ഗുണിതങ്ങളായിട്ട് എത്ര രൂപേന്റെ ഉൽപ്പന്നങ്ങളും കമ്പനി തരാൻ വേണ്ടി തയ്യാറാണ്. ഇനിയിപ്പോ നമ്മളൊരു ഷോപ്പ് തുടങ്ങുകയെന്ന് വിചാരിക്കുക, ഒരു ചെറിയ പെട്ടിക്കട തുടങ്ങണമെങ്കിൽ പോലും നമ്മൾ ചുരുങ്ങിയത് ഒരു 5 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് അവിടെ ചെയ്യണം. കാരണം അതിന്റെ റൂമിന്റെ വാടക കൊടുക്കണം. പിന്നെ എന്തായാലും ഈ ഒരു ബിസിനസ്സും കാര്യങ്ങളും കച്ചവടമൊക്കെ ആകുമ്പോൾ അതിന് നമുക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യണം, പൂട്ടി തുറക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം. അതൊക്കെയാണ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ. ഈ ഒരു ബിസിനസ്സിൽ എന്താ, ഒന്നും ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ ഒരു ചെറിയൊരു എന്താ പറയാ, ഒരു ചെറിയൊരു ഷോക്കേസ് മാത്രം മതി ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ആ ഒരു ഷോക്കേസിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, ഒരു സ്റ്റാർ അബോവ് ലീഡേഴ്സ് ഒക്കെ എന്തായാലും ഒരു 30,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി വീട്ടിൽ വെക്കുക. അതൊരു നമ്മളെ മുടക്കുമുതലായിട്ട് അവിടെ വെക്കണം. നമ്മളെ കയ്യിൽ എപ്പോഴും 30,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വേണം. ഒരു 30,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾക്ക് ടീം വളർത്താനും അതേപോലെ നമുക്ക് റീറ്റെയിൽ ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഒരു 30,000 രൂപേന്റെ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ വെച്ച് നോക്കൂ. പക്ഷെ ഒരിക്കലും അത് അവിടെ കിടക്കില്ല. അത് തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഒരു എന്താ പറയാ, ഒരു മുടക്കുമുതലായിട്ട് നമ്മളത് ആ ഉൽപ്പന്നം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ ടീമിൽ വരുന്ന ആളുകൾക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, നമ്മൾ വിചാരിക്കുന്ന സാധനമല്ല അവർക്ക് വേണ്ടി വരിക, പല സാധനങ്ങളായിരിക്കും അവർക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ നമ്മൾ റെഡിയാക്കി പിന്നെ നമ്മൾ ഈ ഒരു എന്താണ് ചെയ്യണം അതേപോലെ നമുക്ക് ടീമിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു 30,000 രൂപേന്റെ പ്രൊഡക്റ്റ് വാങ്ങി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഈ ബിസിനസ് ചെയ്തു പോവാം. പിന്നെ നമ്മൾ കോടിക്കണക്കിന് ഉറുപ്പിക കമ്പനി നമുക്ക് വേണ്ടി മുടക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് ഓരോരുത്തർക്കും കമ്പനി നമ്മള് വലിയ ലക്ഷങ്ങളും കോടികളും ഒന്നും മുടക്കിയിട്ടുണ്ട്. അപ്പം വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ പോയിട്ട് അതിന് മുതലാളിമാരോടൊക്കെ ഒന്ന് വെറുതെ ജസ്റ്റ് അറിയുന്ന ആളുകളൊന്ന് ചോദിക്കുക വേണ്ട, ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോയിട്ട് ചോദിച്ചാൽ മതി. അവരൊരു ദിവസം 10 ലക്ഷം 20 ലക്ഷം അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടിട്ട് 10,000ന്റെ അല്ലെ 1 ലക്ഷത്തിന്റെ താഴെ മാത്രം കച്ചവടം അവിടെ നടക്കുന്നുള്ളൂ. അല്ലെ പോട്ടെ 1 ലക്ഷത്തിന്റെ കച്ചവടം നടക്കുന്നുള്ളൂ. 10 ലക്ഷം മുടക്കിയിട്ട് 1 ലക്ഷം നടക്കുന്ന ബിസിനസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ പ്രൊഡക്റ്റ് ആര് ചെയ്ത് വെച്ചിട്ടുണ്ട്? കമ്പനി നമുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കമ്പനി നമുക്ക് ഇറക്കി തരുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊണ്ടുവരിക, നമ്മൾ റീറ്റെയിൽ ചെയ്യുക. ഇനി ടീമൊക്കെ നല്ല സഹകരിച്ച് പോണ ടീമുകളാണെങ്കിൽ എന്തെങ്കിലും പോവാത്ത പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ടീമുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇനി അഥവാ ആരെങ്കിലും എടുത്തിട്ട് അവർക്ക് ചില ആളുകൾക്ക് കഴിവുണ്ടാവില്ല, പല ആളുകൾക്കും പല കഴിവാണ്. തീരെ കഴിവില്ലാത്ത വ്യക്തികളാണെങ്കിൽ അവരെ കയ്യിൽ മുടങ്ങി കിടക്കുന്ന പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് വിൽക്കാൻ പറ്റുന്ന ലീഡേഴ്സ് ഒന്ന് വിറ്റിട്ട് എന്ത് ചെയ്യുക, അവരെ DP പ്രൈസ് അങ്ങോട്ട് കൊടുത്തിട്ട് ചീത്തപ്പേര് ഒഴിവാക്കിയെടുക്കുക. പല സ്ഥലത്തുണ്ട് പിന്നെ പർച്ചേസ്, ചില ലീഡേഴ്സ് ഉണ്ട് പർച്ചേസ് ചെയ്യിച്ചിടും പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. അവരുടെ അടുത്ത് ഒരു കോൺഫിഡൻസ് കൊടുക്കുക, നിങ്ങൾക്ക് പോയിട്ടില്ലേ ഞാൻ വിറ്റ് തരും. ഞാൻ പറയും പല ആൾക്കാരുടെ അടുത്ത്, നിങ്ങൾ 5000 രൂപേന്റെ പർച്ചേസ് ചെയ്തോ, 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞിട്ടില്ല ഞാൻ വിറ്റ് തരാമെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം എന്താ, എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ട്.
ആ പ്രോഡക്റ്റ് വിറ്റ് കൊടുത്താൽ നമുക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. നമുക്ക് ഓൾറെഡി BV കയറിയിട്ടുള്ളതാണ്. വിറ്റ് കൊടുത്താൽ ഒരു ചീത്തപ്പേര് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അത് വളരെ റയർ ആയിട്ട് ഒരു 100-ൽ ഒരു 2-ഓ 3-ഓ പേരൊക്കെ അങ്ങനെ വരുള്ളൂ, വളരെ റയർ ആയിട്ട് വരുള്ളൂ. പക്ഷെ ആ ഒരു വാക്ക് കേട്ട് നമ്മൾ ഒരു 3 മാസം നമ്മളെ കൂടെ എന്ത് പറയണ, ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന ആൾക്കാർ ഒരു 3 മാസം ലീഡേഴ്സിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക, 3 മാസം ഈ ബിസിനസ് എന്താന്ന് പഠിക്കുക. ഇനി തൊട്ട അപ്ലൈൻ ലീഡേഴ്സ് ശരിക്കും നിങ്ങളെ പഠിപ്പിച്ചോളണമെന്നില്ല. കാരണം അവരും നിങ്ങളെ പോലെ തലേന്നും പിറ്റേന്നൊക്കെ വന്നിട്ടുള്ള ആളുകളായിരിക്കും, അവർക്ക് ഇതിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവില്ല. ഇതൊരു സീരിയസ് ആയ ഒരു ടീം കോർഡിനേറ്റർ ഒക്കെ ആയിട്ടുള്ള ലീഡേഴ്സ്, അല്ലെങ്കിൽ ഒരു എന്താ റൂബി ഒക്കെ ആയിട്ടുള്ള ലീഡേഴ്സ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, കട്ടയ്ക്ക് നിൽക്കുക. കാരണം അവർ സീരിയസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അവർ ടീം കോർഡിനേറ്റർ എന്നൊക്കെ ഉള്ള പറഞ്ഞിട്ടുള്ള റാങ്കിലൊക്കെ എത്തുന്നത്. അങ്ങനെ അവരെ കൂടെ ഒരു 3 മാസം കട്ടയ്ക്ക് നിന്നിട്ട് സ്ഥിരമായിട്ട് ഇതിന്റെ മീറ്റിംഗ് പ്രോഗ്രാം പങ്കെടുത്തിട്ട് ഒരു ട്രെയിനിങ് പീരീഡ് ആയിട്ട്, ഈ ഒരു 3 മാസം മുതൽ 6 മാസം വരെ ഈ ഒരു ബിസിനസിന്റെ ട്രെയിനിങ് പീരീഡ് ആയിട്ട് കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല നല്ല വിജയങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഒരു ചെറിയ എക്സ്പീരിയൻസും കൂടി പറയാം. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഇന്ന് ഭയങ്കര ഹാപ്പിയിലാണ്. പ്രത്യേകിച്ച് ഈ ഒരു ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല ചെറിയ ചെറിയ ലാഭം, ഒരു ദിവസം ഒരു 100 രൂപ കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് വന്ന ഇന്ന് ഞാനാണെങ്കിൽ, ഞാൻ പറഞ്ഞ ഏകദേശം 15-16 ലക്ഷം രൂപയോളം അക്കൗണ്ടിൽ മാത്രം വാങ്ങിച്ചു. എന്റെ ഒരു ID RTC എന്നുള്ള NTCയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ID DTC ഏകദേശം DTC ടച്ച് ചെയ്ത് നിൽക്കുന്നു. ഞാൻ ആ ഐഡിനെ ഒന്നും ശ്രദ്ധിക്കാറില്ല, അത് ഓട്ടോമാറ്റിക് അങ്ങനെ വന്നു പോയതാണ്. ഞാൻ ഒരു ഐഡിനെ ഫോക്കസ് ചെയ്തിട്ട് സീലിംഗ് അടുപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് വന്നത്. ഒന്നും മതിയല്ലോ, നമുക്ക് കൂടുതലൊന്നും വേണ്ട. ചില ആളുകളുണ്ട് പരത്തി അപ്പുറം ഇപ്പുറം ഒക്കെ ഇങ്ങനെ പരത്തി അടിച്ച് എവിടെയല്ലാത്ത രീതിയിൽ ഇരിക്കണം. പക്ഷെ ഞാൻ ഒരൊറ്റ ഐഡി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. കാരണം സെക്കൻഡ് ഐഡിന്റെ DTC ആണ് കേട്ടോ. ഞാൻ അതിലേക്ക് വല്ലാതെ ഫോക്കസ് കൊടുക്കാനായിട്ടില്ല. എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്റെ മോളെ പഠിപ്പിക്കാൻ പറ്റും. എന്റെ മോള് JDTയിലാണ് പഠിച്ചത്. പോളിയില് പഠിച്ച് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ആൾക്ക് ജോലിയായി. ഏകദേശം ആളെ കല്യാണാണ് ഒക്ടോബർ 28-ന്. നെക്സ്റ്റ് എന്റെ മോനെ പഠിക്കുന്നത് ബാംഗ്ലൂരാണ്, ഹോട്ടൽ മാനേജ്മെന്റ് PSC DP ആണ്. ചുരുക്കി പറഞ്ഞാൽ അവന് ഒരു മാസം 30,000 രൂപ ഞാൻ കൊടുക്കണം. ഇപ്പൊ 3 വർഷം, ഈ ഡിസംബറിലേക്ക് ഏകദേശം ഡിസംബറിലെ 3 വർഷം പൂർത്തിയാവാണ്. ഇതുവരെയുള്ള എല്ലാ മാസവും അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയില്ല. കാരണം നമ്മളെ EMI പോലെയാണ്. അവിടെ EMI ഒരു ദിവസം തെറ്റാൻ പറ്റില്ല. നമ്മളവിടെ EMI തെറ്റിയാൽ ഒരു 500 രൂപ എക്സ്ട്രാ കൊടുത്താൽ മതി. പക്ഷെ അവിടെ EMI തെറ്റിയാൽ കുട്ടികളെ പുറത്താക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ക്ലാസ് കയറാൻ സമ്മതിക്കൂല, അറ്റൻഡൻസ് കൊടുക്കൂല, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷെ ഒരു മാസം പോലും EMI തെറ്റാതെ എന്റെ മകനെ എന്റെ മാത്രം വരുമാനം കൊണ്ട് എനിക്ക് അവനെ പഠിപ്പിച്ച് എടുക്കാൻ വേണ്ടി പറ്റി. ഏകദേശം ഒരു 7-8 ലക്ഷം രൂപയോളം അവന് വേണ്ടി മാത്രം എനിക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ് എന്റെ ജീവിതത്തില്. പല ആളുകളും ചോദിക്കും, മാഡം എന്താ കാർ എടുക്കാത്തത്? പക്ഷെ ഞാൻ കാറിനൊന്നും ഞാൻ പറഞ്ഞില്ല, വലിയ പ്രാധാന്യം കൊടുത്തില്ല. ഞാൻ വിചാരിച്ച എന്റെ വല്ലാത്തൊരു സമയത്ത് വന്നേ, കാരണം മകനും പഠിക്കുന്ന ഒരേ പ്രായമാണ്. അതുകൊണ്ട് ഞാൻ അവരെ പഠിത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അവര് ജീവിതത്തിൽ രക്ഷപ്പെട്ടാൽ ഒരു പക്ഷെ എനിക്ക് ഈ ബിസിനസ് നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ പോലും ഇനി എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. കാരണം എന്റെ ടീമില് എന്നെക്കാൾ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ലീഡേഴ്സ് ഉണ്ട്. ഞാൻ മാറി നിന്നാലും അവര് ബിസിനസ് ചെയ്തോളായിരുന്നു. ഇപ്പൊ അടുത്ത കഴിഞ്ഞ ജൂലൈ 14-നായിരുന്നു മോളെ എൻഗേജ്മെന്റ്. ഏകദേശം ബിസിനസ്സായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരു 10-ാം തീയതി വീട്ടിൽ കയറിയതിനു ശേഷം ബിസിനസ്സായിട്ട് യാതൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ആ ഒരു വീക്ക് തന്നെ ഏകദേശം 48 ജോയിനിങ് എന്റെ ടീമില്. ഞാൻ ഇല്ലാഞ്ഞിട്ട് പോലും ടീമിൽ ഒരു ജോയിനിങ് നോക്കുമ്പോൾ 48ഓളം ജോയിനിങ് എന്റെ ടീമില് പുതിയ ജോയിനിങ് നടന്നിട്ടുണ്ട്. അതൊരു ചെറിയൊരു കോൺടെസ്റ്റ് ആയിരുന്നു. ഒരാള് പിന്നെ ഒരു 4 പേരെ ജോയിൻ ചെയ്യിച്ചാൽ ഒരു ബോട്ട് യാത്ര എന്ന് പറഞ്ഞിട്ട് ലീഡേഴ്സ് ഇട്ട ഒരു കോൺടെസ്റ്റ് ആയിരുന്നു. ഒരു നല്ല രസമായിട്ട് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കോൺടെസ്റ്റുകൾ ഇടാറുണ്ട്. ആ ഒരു കോൺടെസ്റ്റില് ഞാൻ നോക്കുമ്പോ എന്റെ ടീമിൽ ഞാൻ പോലും അറിയാതെ, കാരണം എനിക്ക് ആകെ ടാർഗറ്റ് RTCക്ക് ആകെ ടാർഗറ്റ് തന്നിട്ടായിരുന്നു 20 ജോയിനിങ് അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷെ ഏകദേശം അതിന്റെ ഇരട്ടി 40 ജോയിനിങ് ഒറ്റ ആഴ്ച കൊണ്ട് എന്റെ ടീമിൽ ബിസിനസ് ആയിട്ട് വന്നിട്ടുണ്ട്. ജോയിനിങ് മാത്രമാണ് കേട്ടോ, റീപർച്ചേസ് വീണ്ടും വരും. നല്ലൊരു ഇൻകം, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ പോലും എനിക്ക് വരുമാനം കിട്ടി എന്നുള്ളതാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, ഇനിയിപ്പോ അറിയാലോ ഇതിൽ നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ട്. എനിക്ക് 2 ടീമും നന്നായിട്ട് ഫാസ്റ്റ് ആയിട്ട് എന്റെ 2 ഭാഗത്തും നല്ലോണം ഓടുന്ന ടീമാണ്. ഞാനില്ലെങ്കിൽ പോലും അവർ സ്വയം ചെയ്യുന്ന ടീമാണ്. എനിക്ക് എന്തെങ്കിലും പറ്റിയ മരണം എല്ലാവർക്കും സംഭവിക്കാം. എനിക്ക് അഥവാ മരണം സംഭവിച്ച എന്റെ ഹസ്ബൻഡ് ഈ ബിസിനസ്സിൽ അത്ര സീരിയസ് നല്ല നെഗറ്റീവും അല്ല, ആളത്ര ബിസിനസ് സീരിയസ് ആയിട്ടും ചെയ്യുന്ന ആളൊന്നല്ല. എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എന്റെ ഐഡിയ എന്റെ ഹസ്ബൻഡിന് കൊടുക്കും. ഞാനില്ലെങ്കിൽ പോലും എന്റെ വരുമാനം എന്റെ ഹസ്ബൻഡിലൂടെ എന്റെ മക്കളിലേക്ക് എത്തും എന്നുള്ള ഒരു പൂർണ്ണ
വിശ്വാസമുണ്ട്. അപ്പൊ അത്രയും മികച്ച കമ്പനിയാണ്. കമ്പനീന്റെ പ്ലാനിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, കാരണം സമയം കഴിഞ്ഞു, ഏകദേശം അല്ലെ സമയം കഴിഞ്ഞു. കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി, കാരണം ഇത് 1 മണിക്കൂർ കൊണ്ടോ 1 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ പഠിക്കാൻ പറ്റിയ കാര്യമല്ല. ഈ ഒരു ബിസിനസ് നമ്മൾ ഒരു 3 മാസം ഇതിൽ നിൽക്കണോ വേണ്ടേന്ന് തീരുമാനിക്കാനുള്ള ഒരു സമയമാണ് ഞാൻ 3 മാസം എന്ന് പറഞ്ഞത്. ഒരു 3ഓ 4ഓ കൊല്ലം വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്താൽ, നമ്മൾ ഒരു 5ഓ 6ഓ വർഷം ജോലി ചെയ്താൽ മാത്രം മതി. പിന്നെ നമുക്ക് സ്ഥിരം വരുമാനം വരും. മാത്രമല്ല നമ്മളെ പ്രസൻസിലെ പോലും 3 തലമുറയ്ക്ക് വരുമാനം കൊടുക്കുന്ന ഒരു അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിയിൽ ഇന്ന് എനിക്ക് കിട്ടാവുന്നത് വെച്ച് എല്ലാ വരുമാനങ്ങളും ഞാൻ വാങ്ങിയെടുത്തു. ഞാൻ പറഞ്ഞു, റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്, വീക്കിലി ഇൻകം ഉണ്ട്, ലോയൽറ്റി ബോണസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്, പെർഫോമൻസ് ബോണസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്, ടൂറുകൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി നോമിനേഷൻ ഫെസിലിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും തീരുമാനമാവണം. പിന്നെ അതിനേക്കാൾ ഉപരി ഒരുപാട് ആൾക്കാർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്ത് അവർക്കും ഈ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയാലും ഒരു നഷ്ടവും ഇല്ല, കിട്ടിയാൽ വലിയൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നിങ്ങളൊക്കെ ഒന്ന് ഒരു 3ഓ 4ഓ വർഷം ഈ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുക. അങ്ങനെ സീരിയസ് ആയിട്ട് ചെയ്ത് വലിയ വിജയത്തിലേക്ക് എത്തുക. അങ്ങനെ വിജയിക്കുന്ന എല്ലാവർക്കും ഇന്ന് എന്റെ ക്ലാസ് എന്നൊന്നും പറയാൻ ഞാൻ പറഞ്ഞു, ഞാൻ ടീച്ചറല്ല. ഞാൻ പറഞ്ഞത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും എനിക്കറിയില്ല. എന്റെ വാക്കുകൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഉപകാരമാവെങ്കിൽ അതാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മോർണിംഗ് മീറ്റിൽ പങ്കെടുത്തത്. അങ്ങനെ നിങ്ങൾക്കൊക്കെ നല്ല നല്ല വിജയങ്ങൾ ഉണ്ടായി നമുക്കൊക്കെ വലിയ മുന്നേറ്റത്തിൽ ഈ ഒരു മൈ ലൈഫിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.